യെസ് സർ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം സൊസൈറ്റിയുടെ ഈ നവംബർ മാസ മീറ്റിംഗിലേക്ക് സ്വാഗതം. ചില പ്രത്യേക കാരണങ്ങളാൽ ഇത് മാറ്റിവെക്കേണ്ടതായിട്ട് വന്നു. നമ്മുടെ ജോസഫ് നമ്പിമഠം ആയിരുന്നു നമ്മുടെ വിഷയം അവതരിപ്പിക്കാൻ ഏറ്റത്. അദ്ദേഹം ഓസ്ട്രേലിയ ന്യൂസിലൻഡൊക്കെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോൾ സിക്കായി, അങ്ങനെ മാറ്റിവെച്ചു. എൻ്റെ അദ്ദേഹത്തെ ആരോഗ്യവാനായി കാണാൻ സാധിച്ചതിൽ സന്തോഷം. സ്വാഗതം മലയാളം സൊസൈറ്റിയിലേക്ക്. അതുപോലെ ഇതിനകത്ത് പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും മലയാളം സൊസൈറ്റിയുടെ പേരിലുള്ള സ്വാഗതം അറിയിക്കുന്നു. ഹാപ്പി താങ്ക്സ് ഗിവിങ്. ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല താങ്ക്സ് ഗിവിങ് ആയിരുന്നുവെന്ന് പ്രതീക്ഷയോടെ നമ്മൾ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണിക്കരോട്ടിനെ വിസിറ്റ് ചെയ്തു. അദ്ദേഹം ആരോഗ്യത്തെ കാര്യത്തിൽ ഞാനവിടെ ചെന്ന സമയത്ത് ഒരു അസിസ്റ്റഡ് ലിവിങ്ങിലാണ് പുള്ളി. ഇപ്പം അവിടെ ചെന്നപ്പോൾ പുള്ളി വളരെ അലർട്ടായിട്ട് സംസാരിച്ചെങ്കിലും അവസാനമായപ്പോഴത്തേക്കും പുള്ളിയുടെ സിറ്റുവേഷൻ ഇച്ചിരി മാറി. അന്നേരം എന്നോട് പറഞ്ഞു വളരെ ടയർഡായി തോന്നുന്നു. അതങ്ങനെയാണെന്ന് പറഞ്ഞു. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നല്ല ആരോഗ്യവാനായിട്ട് തോന്നുമെങ്കിലും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മാറിക്കൊണ്ടിരിക്കും. എന്നാലും അദ്ദേഹം എല്ലാവരെയും കുറിച്ച് അന്വേഷിക്കുകയും എല്ലാവരോടും അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്നേഹാന്വേഷണം അറിയിക്കണമെന്ന് പറയുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിൽ 2 വിഷയങ്ങളാണ്. ഒന്ന് ഒരു കവിതയാണ്. കവിതയുടെ പേര് സർപ്രൈസ് എന്നാണ് എന്നോട് രാജു തോമസ് പറഞ്ഞു. കവിതയുടെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാവർക്കും അത് കണ്ടുപിടിക്കുക, അദ്ദേഹം തന്നെ പറയും. അല്ല, എന്റെ ഇന്ന് വേണ്ട, മറ്റേത് നീണ്ട ഒരു കവിതയല്ലേ. എന്റെ ഇന്ന് വേണ്ട. ഞാൻ ചെറിയ കവിത ഇതിന്റെ അടുത്ത് നോക്കുമ്പോ ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസത്തേക്ക് വെക്കാം. അപ്പോ നമുക്ക് രാജു തോമസിന്റെ പേര് ഞാൻ എഴുതി ചേർത്തായിരുന്നു. കുഴപ്പമില്ല. അത് കിടന്നോട്ടെ, കുഴപ്പമില്ല. അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ അവതരിപ്പിക്കാം. നോ പ്രോബ്ലം. നമ്പിമഠം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിട്ടിരിക്കുന്ന എല്ലാവർക്കും നമ്പിമഠത്തിനെ നന്നായിട്ടറിയാം. അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ഏകദേശം 1 നൂറ്റാണ്ടുകളോളമായിട്ട് ഓൾമോസ്റ്റ് 50 years മലയാള സാഹിത്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ മലയാള ഭാഷാ സാഹിത്യത്തിന് വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിൽ കൂടാതെ ഏകദേശം 40 വർഷത്തിലേറെയായി അല്ലേ നമ്പിമഠം അമേരിക്കയിൽ 40 years. 41 വർഷം ആയിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അമേരിക്കയിലെ മലയാള സാഹിത്യ ഇതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് കൂടുതൽ വായിക്കുന്നില്ല. നിങ്ങളെല്ലാവരും വായിക്കാൻ വേണ്ടി ഞാൻ ഇമെയിലിലും വാട്സപ്പിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ നടക്കാനിറങ്ങിയ കവിത എന്ന് പറയുന്ന ഒരു വലിയ കവിതയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും അവസരം കിട്ടത്തക്ക രീതിയിൽ ഞാൻ എൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ ചുരുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മോഡറേറ്റർ AC ജോർജാണ്. ഞാൻ അദ്ദേഹത്തിന് കൈമാറുന്നു. താങ്ക് യു ജോർജ് പുത്തൻകുരിശ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഒരിക്കൽ കൂടെ ഹാപ്പി താങ്ക്സ് ഗിവിങ്. ഇന്ന് നവംബർ അവസാനിക്കുകയാണ്. അടുത്ത നാളെ മുതൽ ഡിസംബറിലേക്ക് നമ്മൾ കാലുകുത്തുകയാണ്, വർഷാവസാനം. ഞാൻ കൂടുതലായിട്ട് ഒരു ഇൻട്രഡക്ഷനും പറയുന്നില്ല. എല്ലാവർക്കും വിഷയം അറിയാം. നടക്കാൻ ഇറങ്ങിയപ്പോൾ കവിത ശ്രീമൻ ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ജോസഫ് നമ്പിമഠത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഗദ്യ കവിതയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ഗദ്യ കവിത അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ സാദരം ഞാൻ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സൂം റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും കൂടുതൽ എഡിറ്റിംഗ് ഒന്നും കൂടാതെ തന്നെ നമ്മൾ
പബ്ലിക് വ്യൂവിങ്ങിന് വേണ്ടി ഇവിടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ ഇടുന്നതായിരിക്കും പതിവ് മാതിരി, നന്നായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും. ഓക്കെ. പിന്നീട് ഞാൻ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഒരു കാര്യത്തിലും പ്രത്യേകമായിട്ട് ഇടപെടൽ ഉണ്ടാകുകയില്ല. ആരുടെയും സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ വെറുതെ പേര് വിളിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത്യാവശ്യ സന്ദർഭത്തിൽ മാത്രമേ നിങ്ങളുടെ ഓരോരുത്തരെയും പറയുന്നതിൽ എന്തെങ്കിലും അപാകതകൾ എനിക്ക് അപാകതകളല്ലായിരിക്കാം, തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് എൻ്റെ വിനീതമായ അഭിപ്രായം രേഖപ്പെടുത്തും, അത്രമാത്രം. വി ആർ ഇൻ ദ സൂം പ്ലാറ്റ്ഫോം റൈറ്റ് നൗ. പ്ലീസ് ജോസഫ് നമ്പിമഠം, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ആദ്യമായി തന്നെ മലയാളം സൊസൈറ്റിയോടുള്ള കൃതജ്ഞത അറിയിക്കുന്നു. ഈ കവിത പല പ്രാവശ്യവും ഇവിടെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ കവിത നീണ്ട ഒരു കവിത ആയതുകൊണ്ടും കവിത മുഴുവൻ വായിക്കണോ എന്ന് എനിക്കറിയില്ല. തൽക്കാലം ഞാൻ അതിനെപ്പറ്റി ചില ഇൻട്രഡക്ഷൻ പറഞ്ഞുകൊണ്ട് കാര്യത്തിലേക്ക് കടക്കാം. എന്നിട്ട് നിങ്ങളെല്ലാം വായിച്ചിരിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ അതിലെ ചില ഭാഗങ്ങളോ അല്ലെങ്കിൽ അവസാനത്തെ ചില അടിക്കുറിപ്പുകളോ ഒക്കെ പറഞ്ഞ് ഞാൻ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മുഴുവൻ കവിത വായിക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല, കാരണം ഇവിടെ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. നിങ്ങളൊക്കെ വായിച്ച് കാണണം, വായിക്കാനാണല്ലോ അത് പ്രസിദ്ധപ്പെടുത്തിയത്. അതുകൊണ്ട് കവിത വീണ്ടും മുഴുവൻ വായിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ വായിക്കണമെങ്കിൽ വായിക്കാവുന്നുള്ളതേ ഉള്ളൂ. ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ചില ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ, ഈ കവിത, നടക്കാനിറങ്ങിയ കവിത എന്നത് ഒരു കവിതയുടെ പേരാണ്. ആ കവിതയുടെ പേരാണ് സമാഹാരത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് നടക്കാനിറങ്ങിയ കവിത എന്ന സമാഹാരത്തിനാണ് തത്വമസി അവാർഡ് കിട്ടിയത്, അല്ലാതെ ആ കവിതയ്ക്കല്ല. അപ്പോൾ എൻ്റെ എല്ലാ കവിതാ സമാഹാരങ്ങൾക്കും എൻ്റെ ഓരോ കവിതയുടെ പേരാണ് കൊടുക്കുന്നത്. എൻ്റെ പുസ്തകങ്ങൾക്കെല്ലാം അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം കവിതയുടെ പേര് നടക്കാനിറങ്ങിയ കവിത, അതിൻ്റെ സമാഹാരത്തിൻ്റെ പേരും അത് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു കവിത എഴുതാൻ, അല്ലെങ്കിൽ ആ കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. അതിലേക്ക് കടന്നാലേ ഈ കവിത കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ഈ ഇതിനകത്ത് പരാമർശിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ പേര് വാൻ റുൾഫോയുടെ പെഡ്രോ പരാമ എന്ന നോവലാണ്. വാൻ റുൾഫോ മെക്സിക്കൻ റൈറ്റർ, അതായത് ലാറ്റിൻ അമേരിക്കൻ റൈറ്ററാണ്, എഴുത്തുകാരനാണ് വാൻ റുൾഫോ. അത് 1955 ആ പുസ്തകം, നോവല് പ്രസിദ്ധീകൃതമാകുന്നത്. അത് ലാറ്റിൻ അമേരിക്കയിലെ പിന്നീടുണ്ടായ മാജിക്കൽ റിയലിസം, അടിസ്ഥാനപരമായ മാജിക്കൽ റിയലിസം കൈകാര്യം ചെയ്യുന്ന നോവലുകളിൽ ഏതാണ്ട് ഒരു പയനിയർ എന്ന് വിളിക്കാവുന്ന സ്ഥാനമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒന്നുമല്ല, അദ്ദേഹത്തെ പലരും എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ രചന വളരെയേറെ എഴുത്തുകാരെ സ്വാധീനിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാരായ ഗബ്രിയൽ ഗാർസ മാർക്കേസിനെ പോലെയുള്ളവർ. ഈ വാൻ റുൾഫോയുടെ പെഡ്രോ പരാമ 1955 പ്രസിദ്ധപ്പെടുത്തിയത്. അതിൻ്റെ തട്ടകം, അതായത് ഭൂമിക, കഥാഭൂമിക എന്ന് പറയുന്നത് കൊമാല എന്നൊരു പട്ടണത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ആ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, മരിക്കാൻ കിടക്കുമ്പോൾ ഈ എഴുത്തുകാരനോട്, അതായത് നരേറ്ററോട് അമ്മ പറയുന്നു, നീ ഓണം അറിയണമെന്നും പറഞ്ഞാകുന്നത്. ആ കൊമാലയിലേക്ക് പോകുന്ന വാൻ റുൾഫോ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്, അതായത് ജീവനുള്ളൊരു നഗരമല്ല, അവിടെ ഈ കഥാപാത്രങ്ങളെല്ലാം ഒരു കാലത്ത് ജീവിച്ച് മൺമറഞ്ഞു പോയവരുടെ ഒരു ഭൂമികയാണ്. അതാണ് കൊമാല എന്ന് പറയുന്നത്. അത് ആ രചനയ്ക്ക് ശേഷം, പ്രത്യേകിച്ച് ഞാൻ 3 പുസ്തകങ്ങളുടെ കാര്യം പറഞ്ഞില്ല, ആദ്യത്തേതാണ് ഈ പറഞ്ഞ വാൻ റുൾഫോയുടെ പെഡ്രോ പരാമ എന്ന കൃതി. അത് നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. പുസ്തകം ഇതാണ് ആ പുസ്തകം. എൻ്റെ രചനയെ സ്വാധീനിച്ചതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു നോവലാണ് ഈ പെഡ്രോ പരാമ.
അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഗബ്രിയൽ ഗാർസ മാർക്കേസിൻ്റെ ലാറ്റിൻ നോബൽ പ്രൈസ് കിട്ടിയ നോവലാണ് 100 Years of Solitude എന്ന് പറയുന്നത്. ആ പുസ്തകത്തിന് അതിനകത്ത് അത് 12 വർഷം കൂടെ ശേഷം 67 100 Years of Solitude മാർക്കേസ് എഴുതുന്നത്. ആ മാർക്കേസിൻ്റെ പുസ്തകത്തിനകത്ത് ഒരു സാങ്കല്പിക പട്ടണമുണ്ട്, അതിൻ്റെ പേരാണ് മക്കോണ്ട. അപ്പോൾ അതും ഈ കവിതയ്ക്ക് സഹായകരമായ ചില സൂചനകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ 2 പുസ്തകങ്ങൾ പ്രധാനമായിട്ടും. പിന്നീടുള്ളത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. അതായത് 1968 ഖസാക്കിൻ്റെ ഇതിഹാസം പ്രസിദ്ധീകരിച്ചത്. അതായത് 56 വർഷമായിട്ട് ഇന്ന് വരെ മലയാള സാഹിത്യത്തിലെ ഒരു നോവലിനും കവച്ചു വയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു നോവൽ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. അത് 67 അതായത് ആദ്യത്തെ പുസ്തകം വാൻ റുൾഫോയുടെ പെഡ്രോ പരാമ 55, മാർക്കേസിൻ്റെ 100 Years of Solitude 67, അതുപോലെ തന്നെ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം 1968. അതിലുമുണ്ട് ഒരു സാങ്കല്പിക ഗ്രാമം. അത് ഈ 3 സാമ്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ കൊമാല, രണ്ടാമത്തേതിൽ മക്കോണ്ട, മൂന്നാമത്തേതിൽ ഖസാക്ക്. അതായത് തസ്രാക്ക് എന്ന പാലക്കാടൻ ഗ്രാമം, അതും ഒരു മലയോര ഗ്രാമമാണ്. അവിടുത്തെ നടക്കുന്ന കഥകളും മിത്തുകളും എല്ലാം ചേർന്നിട്ടുള്ളതാണ് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. ഈ 3 പുസ്തകങ്ങൾ ഇതിനകത്ത് എൻ്റെ കവിതയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ സ്വാധീനം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ഇതിനകത്ത് 3-നകത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം മാജിക്കൽ റിയലിസമാണ്. ആ മാജിക്കൽ റിയലിസം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ 3 പുസ്തകങ്ങളും അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ പോലെയുള്ള കൃതികൾ അങ്ങനെയൊക്കെ വായിച്ചിരുന്നാൽ മനസ്സിലാകും. മാജിക്കൽ റിയലിസം എന്ന് പറയുന്ന ഫാൻറ്റസിയുടെ ലോകമല്ല, ഒരു റിയലിസ്റ്റിക് ലോകത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് മാജിക്കൽ റിയലിസത്തിൽ സംഭവിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു ചെറിയ നിർവചനം പറഞ്ഞാൽ ലിറ്റററി ഓർ ആർട്ടിസ്റ്റിക് ജനർ ഇൻ വിച്ച് realistic narratives and naturalistic technique are combined with surreal elements of dream or fantasy. അതായത് stories often occur in the center of fictional words, while magical realism takes place within our own realistic world. അതായത് ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു സാങ്കല്പിക ലോകമാണ്. എന്നാൽ മാജിക്കൽ റിയലിസത്തിൽ അതല്ല സംഭവിക്കുന്നത്. ഒരു റിയലിസ്റ്റിക് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാജിക്കും റിയലിസവും പിന്നെ ഇങ്ങനെയുള്ള പല എലമെൻസും കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ബ്ലെൻഡ് ചെയ്യുന്ന ഒരു രചനാ രീതിക്കാണ് മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അതിൻ്റെ അതുകൊണ്ട് തന്നെ ഞാൻ വായിക്കുന്നത് കവിത വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റത്തില്ല. അല്പം കാവ്യഭാഷ കലർന്ന ഗദ്യമെന്ന് തന്നെ വിളിക്കാം തന്നെ. പേരില്ല ഗ്രാമത്തിൽ, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞതിനകത്തെല്ലാം ഒരു കൊമാലയുണ്ട്, അല്ലെങ്കിൽ ഒരു തസ്രാക്കുണ്ട്, മക്കോണ്ടയുണ്ട്, കൊമാലയുണ്ട്, ഇങ്ങനെയുള്ള പേരുകളുണ്ട്. എന്നാൽ ഈ കവിതയ്ക്ക് പേരില്ല, ഗ്രാമത്തിന് പേരില്ല. അത് നിങ്ങൾ കണ്ട ഒരു ഗ്രാമമാകാം, ലോകത്തിൽ എവിടെയുള്ള ഒരു ഗ്രാമമാകാം, അതിലെ കഥാപാത്രങ്ങളാകാം. നിങ്ങൾ കാണുന്ന ആ ഗ്രാമത്തിലെ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പേരില്ല ഗ്രാമത്തിൽ, ആളില്ല ഗ്രാമത്തിൽ, അനേക കാലത്തെ വിദേശവാസത്തിന് ശേഷം ജനിച്ച ഗ്രാമത്തിലൂടെ അയാൾ നടക്കാനിറങ്ങി. ഓർമ്മകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ മായക്കാഴ്ചകളിലൂടെ, നിശബ്ദ നിഴൽ രൂപങ്ങളുടെ നെടുവീർപ്പുകളിലൂടെ, കൊമാലയിലെത്തിയ വാൻ പ്രസിയാദോയെ പട്ടണത്തിൽ വണ്ടി ഇറങ്ങി നാട്ടുംപുറത്തേക്ക്. നാട്ടുവെളിച്ചം മാത്രമുള്ള പൊടിമൺ വഴിയിലെ ഇരുട്ടിലൂടെ, മൗന നിശബ്ദതയും നിഴലുകളും നെടുവീർപ്പുകളും ഉയരുന്ന പൊടിമൺ പാതയുള്ള ഗ്രാമവഴികളിലൂടെ, പട്ടണച്ചന്തയിൽ നിന്ന് ഗ്രാമത്തിലേക്ക് വണ്ടിക്കാരനില്ലാത്ത വളവരെയുള്ള ഒരു കാളവണ്ടി മെല്ലെ മടക്കയാത്ര ചെയ്യുന്നുണ്ട്. വഴിയറിയുന്ന കാളകൾ ലാടമടിച്ച് കുളമ്പുകൾ പൊടിമണ്ണിലാഴ്ത്തി പൊഴിമണ്ണിൽ ചവിട്ടി ശബ്ദരഹിതമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ച ശേഷം മടങ്ങുന്ന വണ്ടിയിൽ
ഗ്രാമത്തിലെ കടകൾക്ക് വേണ്ട വിഭവങ്ങൾ നിറച്ചിട്ടുണ്ട്. ചന്തയിലെ ഷാപ്പിൽ നിന്ന് കുടിച്ച കള്ളിൻ്റെ ലഹരിയിൽ വണ്ടിക്കാരൻ ഇരിപ്പിടത്തിലേക്ക് പുറകോട്ട് ചാഞ്ഞു വീണ് കിടന്നുറങ്ങുന്നുണ്ട്. കയ്യിൽ നിന്നൂർന്നു വീണ ചാട്ട അരികിലായി കിടക്കുന്നുണ്ട്. വണ്ടിയുടെ കീഴിൽ തൂങ്ങിയാടുന്ന റാന്തൽ വിളക്കിൻ്റെ നാളങ്ങൾ ഇരുവശവുമുള്ള പുലുകയ്യാലുകളിൽ നിഴൽ ചിത്രങ്ങൾ തീർക്കുന്നുണ്ട്. നിഴലുകളും മർമ്മരങ്ങളും നിശബ്ദ നെടുവീർപ്പുകളും നിറഞ്ഞ നരകത്തേക്കാൾ ചൂടുള്ള കൊമാലിയിലേക്കുള്ള യാത്രയിൽ വാൻ പ്രസിയാദോ ആദ്യം കണ്ടത് കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന അബുണ്ടിയോയെ ആയിരുന്നല്ലോ. ഗ്രാമാതിർത്തിക്ക് മുമ്പേയുള്ള ചെത്തിക്കടവിൽ ഭാരം കൊണ്ട് നിറഞ്ഞ തൊണ്ടുവള്ളങ്ങൾ മുങ്ങാറായ പോലെ പടിഞ്ഞാറോട്ട് പോകാൻ നിരനിരയായി കാത്തു കിടക്കുന്നുണ്ട്. നീണ്ട കഴുക്കോലുകൾ പിടിച്ച മെലിഞ്ഞ ഊന്നൽക്കാർ മരപ്പാവകളെപ്പോലെ ചലനമില്ലാതെ ശ്വാസമില്ലാതെ അമരത്ത് നിൽപ്പുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ കൊല്ലപ്പെട്ടവരണ മൗന ഗദ്ഗതങ്ങൾ വിജനമാക്കി വിസ്മൃതിയിലാണ്ട തൊണ്ടുകച്ചവട കടവ്. തിരുഹൃദയപ്പള്ളിയുടെ പടിഞ്ഞാറേ എടുപ്പിൽ വലതുകരം ഉയർത്തി ക്രിസ്തുരാജ പ്രതിമ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. കറുത്ത മേഘങ്ങൾ ചലനമറ്റ് മുകളിലേക്ക് മുത്തുക്കുട തീർത്തിട്ടുണ്ട്. ഗ്രാമത്തിലേക്കുള്ള വഴിയിലെ കൊല്ലന്റെ ആലയിൽ തീ കെട്ടടങ്ങി ചാരം മൂടിക്കിടക്കുന്ന ഉലയുടെ അടുത്ത് ഇരുമ്പ് തണ്ട് ഉലയിലേക്ക് വെച്ചുകൊണ്ട് കൊല്ലപ്പണിക്കനും ഉലയുടെ നീണ്ട കൈപ്പിടിയിൽ കൈവച്ചുകൊണ്ട് കൊല്ലപ്പണിക്കെത്തിയും മെഴുകു പ്രതിമകൾ പോലെ ഓലമേഞ്ഞ ആലയിൽ കുത്തിയിരിപ്പുണ്ട്. ഗ്രാമാതിർത്തിക്ക് മുൻപുള്ള 18-ാം പടി കുന്നിൽ ഇല്ലി പൂത്ത് നിശ്ചലമായി നിൽപ്പുണ്ട്. ഇല്ലിക്കാട്ടിലും പൂഴിമണ്ണിലും അന്തരീക്ഷത്തിലും സർപ്പഗന്ധം ഇഴഞ്ഞു പരക്കുന്നുണ്ട്. ഇല്ലിമുളങ്കാട്ടിലിരുന്ന് കൂമന്മാർ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. ആശാനില്ലാത്ത കളരിയിൽ നിന്നും അക്ഷരങ്ങളുടെ കോറസ് ഉയർന്നു പൊങ്ങുന്നുണ്ട്. തോർത്തൊടുത്ത് കോണകവാലാട്ടി നിദ്രാടനത്തിലെന്ന പോലെ ആശാൻ നടന്നു പോകുന്നുണ്ട് മുറുക്കാൻ കടയിലേക്ക്. ആശാനില്ലാത്ത കളരിയിൽ കുട്ടികൾ പൂഴിമണ്ണിൽ വിരിച്ച കൊച്ചു തഴപ്പായകളിരുന്ന് ആശാൻ നാരായം കൊണ്ട് പനയോലയിൽ എഴുതിയ അക്ഷരങ്ങൾ ചെമ്പരത്തിപ്പൂ തേച്ച് തെളിയിച്ചെടുക്കുന്നുണ്ട്, ഉറക്കെ വായിച്ചു പഠിക്കുന്നുണ്ട്. ഗ്രാമാതിർത്തിയിലെ ഇടുങ്ങിയ കൈത്തോടിൻ്റെ കരകളിൽ കൈതപ്പൂ മണം ഒഴുകി പരക്കുന്നുണ്ട്. ശംഖുപുഷ്പങ്ങളും ചെണ്ടുമല്ലികളും പൂത്തു നിൽക്കുന്നുണ്ട്. പുന്നമരങ്ങളിൽ കറുത്ത വാവലുകൾ തൂങ്ങിയാടുന്നുണ്ട്. മിന്നാമിനുങ്ങിൻ കൂട്ടം കൈതോലകളിൽ താരാപഥം തീർത്തിട്ടുണ്ട്. കാത്തിരുന്ന ആളെ കണ്ടെന്നതുപോലെ മിന്നാമിനുങ്ങിൻ കൂട്ടം ഒന്നായി ചേർന്ന് ഗ്രാമത്തിൽ നടക്കാനിറങ്ങിയ കവിതയെ പൊതിയുന്നുണ്ട്. വഴി കാട്ടാനോ വെളിച്ചമാകാനോ. നിഴലുകളും മർമ്മരങ്ങളും നെടുവീർപ്പുകളും മാത്രമുള്ള ഗ്രാമത്തിലെ പൊടിമൺപാതയിലൂടെ പ്രേതങ്ങളുടെ ഗ്രാമത്തിലെത്തിയ പുത്തൻ പ്രേതം പോലെ മിന്നാമിനുങ്ങൾ പൊതിഞ്ഞ ആൾരൂപം പൊടിമണ്ണ് നിറഞ്ഞ വെട്ടുവഴികളിലൂടെ പടിഞ്ഞാറോട്ടുള്ള വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടിപ്പോൾ. പാതി വഴിയിൽ വെച്ച് വൃത്തമായി വളഞ്ഞു വീണ്ടും മുകളിലേക്ക് വളരുന്ന തെങ്ങിൻ തലപ്പത്തെ തെങ്ങോലത്തുമ്പിൽ കുരുവിക്കൂടുകൾ കാറ്റിലാടുന്നുണ്ട്. വയൽച്ചേറിൻ്റെ പശമണ്ണിൽ ഒട്ടിയിരിക്കും മിന്നാമിനുങ്ങൾ കുരുവിക്കൂടുകളിൽ നുറുങ്ങുവട്ടം വരുത്തുന്നുണ്ട്. പുറമ്പോക്കിലെ മൺകുടിലിൽ മുറ്റത്ത് കുട്ടിപ്പുലയൻ വാതിമയക്കത്തിൽ കുത്തിയിരുന്ന് ബീഡി വലിക്കുന്നുണ്ട്. പുലയക്കിടാങ്ങൾ ചേറുനിറമുള്ള തോർത്തിനാൽ തോട്ടുവെള്ളത്തിലെ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ കോരുന്നുണ്ട്. മാനത്ത് കണ്ണിയും വട്ടാനും പൊടിമീനുകളും അതിൽ ഇളകി കളിക്കുന്നുണ്ട്. ഗ്രാമത്തിൽ നിന്ന് പടിഞ്ഞാറേക്ക് തിരിയും മൂലയിൽ നാട്ടിലെ പണ്ടാരത്തിയുടെ ഭർത്താവായ ശില്പി നിർമ്മിച്ച പുറമ്പോക്കിലെ കാണിക്ക് മണ്ഡപത്തിൻ്റെ താഴത്തെ തട്ടിൽ വെരൂർ ശാസ്താവ് പീഠത്തിൽ സൗമ്യനായി കുത്തിയിരിപ്പുണ്ട്. മുകളിലെ തട്ടിൽ ജഡാവൽക്കലധാരിയായി തലയിൽ സർപ്പധാരിയായ ശിവൻ കണ്ണടയ്ക്കാതെ ഗ്രാമത്തെ കാക്കുന്നുണ്ട്. പുറമ്പോക്കുവാസിയായ പണിക്കൻ പുലയൻ കയ്യിൽ അരിവാളും സ്വയം വെട്ടിയ മുറിവിൽ നിന്ന് നീണ്ട മുടിയിലൂടെ അരിച്ചിറങ്ങുന്ന ചോരയും നീണ്ടു പുറത്തേക്ക് ചാടിയ ചോപ്പൻ നാവുമായി പൂരപ്പാട്ട് പാടി കലിതുള്ളി നടക്കുന്നുണ്ട്. ഗ്രാമക്കവരയിലെ പീഡികത്തിണ്ണയിൽ ക്ഷയം പിടിച്ച് മരിച്ച ചക്രവാണിച്ചോവൻ സ്വപ്നത്തിലെന്ന പോലെ ഇരിക്കുന്നുണ്ട്. പുണ്യാളൻ്റെ തലയിലെ വലയം പോലെ തലയ്ക്ക് ചുറ്റും ചുവന്ന ഒരു പ്രഭാവലയവും അതിൽ അരിവാൾ ചുറ്റിയെയും കറങ്ങി ചലിക്കുന്നുണ്ട്. ഇല്ലാത്തൊരു കത്രിക വായുവിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. കൈചലിക്കുന്ന ക്രമത്തിൽ മുറത്തിൽ വെട്ടിയ ഇലകൾ നിറയുന്നുണ്ട്. താനെ ഇലകൾ ചുരുണ്ട് പുകയിലയാൽ നിറയുന്നുണ്ട്. ചുവന്ന നൂലുകൊണ്ട് താനെ കെട്ടു വീഴുന്നുണ്ട്. വലിയ ബീഡിയും ചെറിയ ബീഡിയുമായി മടിയിലെ മുറത്തിൽ നിറയുന്നുണ്ട്. വട്ടനടിമ എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുട്ടി പട്ടാളച്ചിട്ടയിൽ കവലയിൽ കവാത്ത് നടത്തുന്നുണ്ട്.
ഇല്ലാത്ത തോക്ക് കയ്യിലുള്ളതുപോലെ കൈകൾ പിടിച്ചാണ് കവാത്ത്. മാടക്കടക്കാരൻ കൃഷ്ണൻ നായർ ഫ്രീസ് ചെയ്ത് നിർത്തിയ ചലച്ചിത്ര റീൽ പോലെ ഇല്ലാത്ത സൈക്കിൾ പമ്പ് കൊണ്ട് പഞ്ചറായ ടയറിൽ കാറ്റടിക്കുന്നുണ്ട്. മീൻകാരി മീനാക്ഷി ചോവത്തി മീൻകുട്ട മുന്നിൽ വെച്ച് മീൻകണ്ണിളക്കി വഴിയേ പോകുന്നവരെ മാടി വിളിക്കുന്നുണ്ട്. കൃഷ്ണൻ നായർ അവരെ കണ്ണിറുക്കി കാട്ടുന്നുണ്ട്. മാടക്കടയുടെ പിന്നിലെ മുറിയിലേക്കുള്ള ക്ഷണമാണത്. ചായക്കടക്കാരൻ രായപ്പൻ്റെ ചില്ലലമാരയിൽ ബോണ്ടയും ബോളിയും പരിപ്പുവടയും ഉറക്കം വിളിച്ചിരിക്കുന്നുണ്ട്. കയ്യിൽ ഓരോ കുഞ്ഞു കിങ്ങിണി വിരലുകൾ അധികമുള്ളവർ അയാളുടെ രാത്രി സഞ്ചാരങ്ങളിൽ പിറന്ന അവിഹിത സന്തതികളാണത്രേ. ചേറുമണമുള്ള തോർത്തെടുത്ത പാക്കരൻ ഒരു ജോടി പോത്തുകളെ കാഞ്ഞിരവടി കാട്ടി തെളിച്ചു പോകുന്നുണ്ട് വയലിലേക്ക്. അച്ഛൻ ചെല്ലൻപിള്ളയുടെ ഉഴവ് പോത്തുകളാണവ. അലക്കുകാരി മണ്ണാത്തിയുടെയും തെങ്ങ് കയറുന്ന മണ്ണാൻ ശങ്കരൻ്റെയും സുന്ദരികളായ വെളുത്ത പെൺമക്കളുടെ തിരുവാതിരപ്പാട്ട് അകലെ നിന്നും നേർത്ത ശബ്ദത്തിൽ എങ്ങു നിന്നോ ഒഴുകി വരുന്നുണ്ട്. പപ്പടമുണ്ടാക്കുന്ന പണ്ടാരത്തി തലയിൽ വെച്ച പപ്പടക്കുട്ടയുമായി സ്കൂളിലേക്കുള്ള വഴിയിൽ നിന്നുകൊണ്ട് മൂത്രമൊഴിക്കുന്നുണ്ട്. സ്കൂൾ പിള്ളേർ കൂവി വിളിച്ച് ആർത്ത് ജരിക്കുന്നുണ്ട്. വയറ്റാട്ടി ഉണ്ണൂലി ചോത്തി മാറുമറച്ച ഒറ്റമുണ്ട് മാറിൽ നിന്ന് ഊർന്നു വീഴാതെ പിടിച്ചുകൊണ്ട് പടിഞ്ഞാറേക്ക് ഓടുന്നുണ്ട്. ഗ്രാമത്തിൽ ആർക്കോ പേറ്റുനോവ് കിട്ടിയിട്ടുണ്ട്. വല്യമ്മ മാമിപ്പെമ്പിള വലിയ ഗുണക്കെട്ട് കാതുകളാട്ടി വെള്ളച്ചട്ടയും പിന്നിൽ വിസറി പോലെ ഞൊറിയിട്ട മുണ്ടുമെടുത്ത് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ഉമിക്കരിയും കീറിയ പച്ചയിർക്കിലിയുമായി പല്ല് തേച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന വല്യപ്പൻ ചിന്നാൻ മാപ്പിള വിഷക്കല്ലും വിഷമരുന്നുകളും വിഷചികിത്സയെപ്പറ്റിയുള്ള താളിയോലക്കെട്ടുകളുള്ള തകരപ്പെട്ടിയുമായി ചാരുകസേലയിൽ ഉറക്കത്തിലെന്ന പോലെ ചാരിക്കിടക്കുന്നുണ്ട്. വിഷം തീണ്ടി കൊണ്ടുവന്നവൻ അർദ്ധമയക്കത്തിൽ നിന്ന പോലെ ഉണർന്നു വരുന്നുണ്ട്. കടിച്ച പാമ്പ് വല്യപ്പൻ്റെ കാൽച്ചുവട്ടിൽ ചുരുണ്ടുകൂടി ചത്തുകിടപ്പുണ്ട്. ഗ്രാമസ്കൂളിൻ്റെ കയ്യാലപ്പുറത്ത് നിന്ന് ആൺകുട്ടികൾ താഴേക്ക് മൂത്രമൊഴിക്കുന്നുണ്ട്. ടീച്ചേഴ്സ് റൂമിൽ അപ്പൻ ദേവസ്യ സാറും ഔസേപ്പ് സാറും നെറ്റിയിൽ വലിയ പൊട്ടുള്ള പാർവതി ടീച്ചറും നാട്ടിലെ തട്ടാൻ്റെ ഭാര്യ തട്ടാത്തി ജാനകി ടീച്ചറും ഇടത്തോട്ട് മുണ്ടെടുത്ത കാൻസാറും സൊറ പറഞ്ഞിരിപ്പുണ്ട്. 1-ാം ക്ലാസ്സിലെ ബെഞ്ചിൽ ആശാൻ കളരിയിൽ നിന്നെത്തിയ കുട്ടികളോടൊപ്പം വള്ളിനിക്കറിട്ട് കയ്യിൽ സ്ലേറ്റും കല്ലുപെൻസിലും പുല്ലു വളരുന്ന കയ്യാലയിൽ നൊടിച്ചെടുത്ത് അക്ഷരങ്ങൾ മായ്ക്കാനുള്ള മഷിത്തണ്ടുമായി തെക്കേ അറ്റത്തെ സ്കൂൾ ഷെഡിൽ സാറിനെ കാത്തിരിക്കുന്ന കുട്ടികളുടെ ഇടയിൽ ഞാനുമുണ്ട്. പേപ്പട്ടി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ഹെഡ്മാസ്റ്റർ നീലാണ്ടൻ നായർ പട്ടണച്ചന്തയിൽ ഉപേക്ഷിച്ചു പോയ പച്ചക്കറിക്കടയിൽ നിന്നും കൊള്ളാവുന്നവ തുണിസഞ്ചിയിൽ പെറുക്കിക്കൂട്ടി നടക്കുന്നുണ്ട്. പട്ടണത്തിലെ ചന്ത ദിവസങ്ങളിൽ അങ്ങാർ സ്കൂളിലെത്താൻ വൈകും. അമ്പലത്തിലെ പൂജാരിയുടെ ഇല്ലത്തിൻ്റെ പടിപ്പുരവാതിലിൽ വള്ളികൾ പടർന്നു കയറി ഇലകളും പൂക്കളും ചീഞ്ഞളിഞ്ഞു വീണ് ഇടിഞ്ഞു പൊളിയാറായി കിടക്കുന്നുണ്ട്. അമ്പലമുറ്റത്തെ കൂറ്റൻ അരയാൽ കൊമ്പിൽ തലകീഴായി തൂക്കി പുകയിട്ടു വന്ന ബ്രാഹ്മണന്റെ ജഡം പുറത്തേക്ക് ചാടിയ നാവുമായി വാവൽ പോലെ തൂങ്ങിയാടുന്നുണ്ട്. അമ്പലമുറ്റത്തെ കൂറ്റൻ അരയാലിൻ കൊമ്പിൽ തലകീഴായി തൂക്കി പുകയിട്ടു വന്ന ബ്രാഹ്മണന്റെ ജഡം പുറത്തേക്ക് ചാടിയ നാവുമായി വാവൽ പോലെ തൂങ്ങിയാടുന്നുണ്ട്. അമ്പലവഴക്കിൽ തലയെറുക്കപ്പെട്ട 3 നായന്മാർ തലയില്ലാതെ അമ്പലക്കുളത്തിൻ്റെ കൽപ്പടവിൽ കാലുകൾ താഴേക്ക് തൂക്കിയിട്ടുകൊണ്ട് വർത്താനം പറഞ്ഞിരിപ്പുണ്ട്. തലയില്ലാതെ അമ്പലക്കുളത്തിൻ്റെ കൽപ്പടവിൽ കാലുകൾ താഴേക്ക് തൂക്കിയിട്ടുകൊണ്ട് വർത്താനം പറഞ്ഞിരിപ്പുണ്ട്. ഗ്രാമവായനശാലയിലെ കടാവിളക്കിൻ മുന്നിൽ അജ്ഞാത ലിപിയിൽ എഴുതിയ ആരും വായിച്ചിട്ടില്ലാത്ത ബൃഹത് ഗ്രന്ഥം അജ്ഞാതനായ വായനക്കാരനെയും കാത്ത് കാലങ്ങളായി മലർക്ക തുറന്നിരിപ്പുണ്ട്. ഗ്രാമവായനശാലയിലെ കടാവിളക്കിൻ മുന്നിൽ അജ്ഞാത ലിപിയിൽ എഴുതിയ ആരും വായിച്ചിട്ടില്ലാത്ത ബൃഹത് ഗ്രന്ഥം അജ്ഞാതനായ വായനക്കാരനെയും കാത്ത് കാലങ്ങളായി മലർക്ക തുറന്നിരിപ്പുണ്ട്. നടക്കാനിറങ്ങിയ കവിത വായനശാലയുടെ പടികൾ താണ്ടി കടാവിളക്കിൻ്റെ മുന്നിൽ അജ്ഞാത ലിപികളിൽ എഴുതിയ തുറന്നു വച്ചിരിക്കുന്ന ഗ്രന്ഥത്തിനു മുന്നിൽ ധ്യാനനിമഗ്നനായി നിന്നു. പുസ്തകത്തിലെ ലിപികൾ ആശാൻ കളരിയിലെ എഴുത്തോലയിൽ ചെമ്പരത്തിപ്പൂ തേച്ചെടുത്ത് അക്ഷരങ്ങൾ പോലെ നിറമാർന്നു തെളിഞ്ഞു നിന്നു. വായനശാലയുടെ പടികൾ ഇറങ്ങി അയാൾ പടിഞ്ഞാറേക്ക് നടന്നു. ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറെ അതിർത്തി മുറിച്ച് തെക്കോട്ട് പോകുന്ന ആളില്ലാത്ത റെയിൽവേ ക്രോസ്. നടക്കാനിറങ്ങിയ കവിത ആരെയോ കാത്തുന്ന പോലെ അവിടെ നിന്നു.
മിന്നാമിനുങ്ങിൻ കൂട്ടം പൊതിഞ്ഞതിനാൽ ദീപങ്ങൾ കൊണ്ട് തെളിച്ച കാവടി പോലെ ആൾരൂപം. മിന്നാമിനുങ്ങിൻ കൂട്ടം പൊതിഞ്ഞതിനാൽ ദീപങ്ങൾ കൊണ്ട് തെളിച്ച കാവടി പോലെ ആൾരൂപം. വടക്കു നിന്നെത്തിയ ആളില്ലാത്ത തീവണ്ടി പാളത്തിലൂടെ ചീറിപ്പാഞ്ഞു വരുന്നുണ്ട്. മിന്നാമിനുങ്ങുകൾ പൊതിഞ്ഞ ആൾരൂപത്തെ കണ്ട് ചങ്ങല വലിച്ചതുപോലെ തീവണ്ടി നിശ്ചലമായി. അയാൾ തീവണ്ടിയിലേക്ക് കാൽവെച്ചതും മിന്നാമിനുങ്ങുകൾ കൂട്ടത്തോടെ കിഴക്കേ ഗ്രാമാതിർത്തിയിലേക്ക് തിരികെ പോയി. കൈതയോലകളിൽ പോയി ചേക്കേറി. കൽക്കരിക്കനലുകൾ വായുവിൽ തീപ്പൊരി വിതറി. ഉരുക്ക് ചക്രങ്ങൾ പാളങ്ങളിൽ തീ പറത്തി തെക്കോട്ടുള്ള വണ്ടി യാത്ര തുടർന്നു. 3 കടലുകൾ ഒന്നിക്കുന്ന കടൽത്തിരകൾ ആഞ്ഞടിക്കുന്ന തെക്കേ മുനമ്പിലെ പാറപ്പുറത്ത് മലർന്നു കിടന്നു. 3 കടലുകൾ ഒന്നിക്കുന്ന കടൽത്തിരകൾ ആഞ്ഞടിക്കുന്ന തെക്കേ മുനമ്പിലെ പാറപ്പുറത്ത് മലർന്നു കിടന്നു നടക്കാനിറങ്ങിയ കവിത. തിരികെ പോകാനുള്ള പേടകം കാത്ത്. അജ്ഞാത ലിപിയിൽ എഴുതപ്പെട്ട, ആരും വായിച്ചിട്ടില്ലാത്ത പുസ്തകത്തിലെ വരികൾ മനസ്സിൽ തെളിഞ്ഞു. അജ്ഞാത ലിപിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥം വായിക്കാൻ കഴിയുന്ന ഒരുവൻ വരും. അത് തുറന്നു വായിക്കും. അന്ന് ഗ്രാമത്തിൻ്റെ ശാപം തീരും. അവിടെ നിന്നും ഗ്രാമത്തിൻ്റെ പേര് വാനോളം ഉയർത്തുന്ന മഹാത്മാക്കൾ ഉണ്ടായി വരും. പ്രേതാത്മാക്കൾക്ക് മോചനമുണ്ടാകുമെന്ന ഗ്രന്ഥത്തിലെ എഴുത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. അജ്ഞാത ലിപിയിൽ എഴുതപ്പെട്ട ഗ്രന്ഥം വായിക്കാൻ കഴിയുന്ന ഒരുവൻ വരും. അത് തുറന്നു വായിക്കും. അന്ന് ഗ്രാമത്തിൻ്റെ ശാപം തീരും. അവിടെ നിന്ന് ഗ്രാമത്തിൻ്റെ പേര് വാനോളം ഉയർത്തുന്ന മഹാത്മാക്കൾ ഉണ്ടായി വരും. പ്രേതാത്മാക്കൾക്ക് മോചനമുണ്ടാകും എന്ന ഗ്രന്ഥത്തിലെ എഴുത്ത് പൂർത്തീകരിച്ചിരിക്കുന്നു. ബ്രാഹ്മണഹത്യയുടെ പാപത്താൽ ശാപം കിട്ടിയ ഗ്രാമമാണതെന്നും അവിടെ നിന്നും ആരും ഒരിക്കലും ജീവിത വിജയം കാണുകയില്ലെന്നും മരിച്ചവരുടെ ആത്മാക്കൾ മോചനം കിട്ടാതെ അവിടെ അലഞ്ഞു നടക്കുമെന്നും അവർ കാലങ്ങളായി വിശ്വസിച്ചു പോന്നിരുന്നു. മോക്ഷം തേടുന്ന ആത്മാക്കളുടെ വാസസ്ഥലമത്രേ ഈ ഗ്രാമം. മക്കോണ്ടയിലൂടെ കടന്നുപോയത് സംഹാരിയായ കാറ്റായിരുന്നെങ്കിൽ കവിത നടന്ന വഴികളിൽ വീശിയത് മോചനത്തിൻ്റെ കാറ്റായിരുന്നു. യുഗങ്ങളായി ഗ്രാമം കാത്തിരിക്കുന്ന രക്ഷകൻ ഗ്രാമത്തിൽ വന്നതും അതിലെ നടന്നു പോയതും അറിയാതെ പ്രേതാത്മാക്കൾ നിദ്ര വിട്ടുണരും. ഗ്രാമത്തിൽ വീണ്ടും ജീവൻ തുടിക്കും. ഗ്രാമം ശാപമോക്ഷം നേടും. പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിലെ അജ്ഞാത ഗ്രഹത്തിലെ നരകവാസികൾക്കായി ഒരുക്കപ്പെട്ട ഇടമായിരുന്നോ ഈ ഗ്രാമം? പ്രപഞ്ചത്തിൻ്റെ ഏതോ കോണിലെ അജ്ഞാത ഗ്രഹത്തിലെ നരകവാസികൾക്കായി ഒരുക്കപ്പെട്ട ഇടമായിരുന്നോ ഈ ഗ്രാമം? ഇവിടെ ശുദ്ധി ചെയ്ത് ശാപമോക്ഷം ലഭിച്ച് മറ്റൊരു ഗ്രഹത്തിൽ മറ്റൊരു രൂപത്തിലോ രൂപമില്ലാത്തവരായോ അതിമാനുഷരായോ അവർ പുനർജനിക്കുമോ? ജനനവും മരണവുമില്ലാത്ത, ആദിയും അന്തവുമില്ലാത്ത ചക്രചലനമാണോ ഓരോ ജന്മവും? ജനനവും മരണവുമില്ലാത്ത, ആദിയും അന്തവുമില്ലാത്ത ചക്രചലനമാണോ ഓരോ ജന്മവും? ജനിമൃതികളിലൂടെ ജന്മാന്തരങ്ങളിലൂടെ കടന്നു പോകുന്നവരാണോ ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങൾ? ഇനി എവിടേക്ക്? അടുത്ത ഗ്രാമത്തിലേക്ക്? ചോദ്യചിഹ്നമാണ്. അടുത്ത രാജ്യത്തിലേക്ക്? അടുത്ത ഗ്രഹത്തിലേക്ക്? പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിലേക്ക്? രൂപമുള്ളവനായോ ഇല്ലാത്തവനായോ? ഇനി എവിടേക്ക്? അടുത്ത ഗ്രാമത്തിലേക്ക്? അടുത്ത രാജ്യത്തിലേക്ക്? അടുത്ത ഗ്രഹത്തിലേക്ക്? പ്രപഞ്ചത്തിൻ്റെ മറ്റൊരു കോണിലേക്ക്? രൂപമുള്ളവനായോ ഇല്ലാത്തവനായോ? ഈ ഭൂമിയിലേക്ക് ആദ്യം വന്നതും ഒരു കൊച്ചു പേടകത്തിലായിരുന്നല്ലോ. ഗർഭപാത്രം എന്ന കൊച്ചു പേടകത്തിൽ ഒരു കുഞ്ഞു മാനത്തുകണ്ണിയുടെ രൂപത്തിൽ. ഈ ഭൂമിയിലേക്ക് ആദ്യം വന്നതും ഒരു കൊച്ചു പേടകത്തിലായിരുന്നല്ലോ. ഗർഭപാത്രം എന്ന കൊച്ചു പേടകത്തിൽ ഒരു കുഞ്ഞു മാനത്തുകണ്ണിയുടെ രൂപത്തിൽ. എത്രയോ തരം വാഹനങ്ങളിലേറിയാണ് ജനന മരണ ജന്മാന്തര യാത്രകൾ. എത്രയോ തരം വാഹനങ്ങളിലേറിയാണ് ജനന മരണ ജന്മാന്തര യാത്രകൾ. നടക്കാനിറങ്ങിയ കവിത അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. തന്നെ കൊണ്ടുപോകാൻ വരുന്ന അജ്ഞാത പേടകം കാത്ത് ആകാശം നോക്കി പാറപ്പുറത്ത് മലർന്നു കിടന്നു കൂമൻകാവിൽ ബസ് കാത്തു കിടന്ന രവിയെപ്പോലെ. താങ്ക് യു. താങ്ക് യു ജോസഫ് നമ്പിമഠം. ഒരു നീണ്ട ഗദ്യ കവിത ഇവിടെ അവതരിപ്പിച്ചതിന്, ആമുഖം പറഞ്ഞതിന്, ഒപ്പം ആ കവിത മുഴുവനായിട്ട് വായിച്ചതിന്. ഒരുപക്ഷെ രാജു തോമസ് അദ്ദേഹം ഇന്ന്
അദ്ദേഹത്തിൻ്റെ കവിത അവതരിപ്പിക്കണമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും സമയം നമ്പി മട സാറിന് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എനിക്ക്. ഓക്കെ, കുഴപ്പമില്ല. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു പർട്ടിക്കുലർ ഓർഡറിലല്ല ഒരാളെയും വിളിക്കാൻ പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം ആദ്യം പറയണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അവരൊന്ന് കൈവക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി, എങ്ങനെയെങ്കിലും സൂചിപ്പിക്കുക. അല്ലാതെ ഞാനൊരു പർട്ടിക്കുലർ ഓർഡറിലല്ല. ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ പേര് വിളിക്കും, അവർ അഭിപ്രായങ്ങൾ പറയുക. അതിനുശേഷം അവസാനം ഞാൻ എൻ്റെ അഭിപ്രായം പറയും. അതും കഴിഞ്ഞ ശേഷം ബാക്ക് ടു ജോസഫ് നമ്പിമഠം. അദ്ദേഹത്തിന് 1 മിനിറ്റ് ഉണ്ടാകും പിന്നീട് അവസാനം സമ്മപ്പ് ചെയ്യാൻ. പിന്നീട് ഞാൻ സെക്രട്ടറിക്ക് കൈമാറും. നമ്മുടെ സെക്രട്ടറിക്ക് ശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർഡർ ശ്രീമതി പൊന്നപ്പിള്ള നന്ദി പറയും. അങ്ങനെയാണ് ഇവിടെ പ്രോഗ്രാം ചാർട്ട് ഞാൻ എഴുതി കണ്ടത്. അത് വി വിൽ ഫോളോ ദാറ്റ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ശ്രീമൻ സുരേന്ദ്രൻ നായർ വിളിക്കുകയാണ്. സുരേന്ദ്രൻ നായർ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന പലരും ഈ കോളിലുണ്ട്. അപ്പം സൗകര്യത്തിൻ്റെ പേര് പറഞ്ഞാന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കവിതയെക്കുറിച്ച് കവിത കഴിഞ്ഞ ഏകദേശം ഞാൻ നോക്കുമ്പോൾ 18 മിനിറ്റോളം വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. വളരെ സുഭഗമായ ഒരു കേൾവി അനുഭവം. വളരെ അനുഭൂതി നിറഞ്ഞ കുറച്ച് നിമിഷങ്ങളാണ് 8 പേജിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്ന ഈ സന്ദേശ കവിത. ഇത് അങ്ങനെയാണ് ഞാൻ കാണുന്നത്. കാവ്യഭംഗി ആവശ്യത്തിലേറെ ഉള്ളത് കൊണ്ട് അതിനെ കവിത എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ഇഷ്ടം. ഗദ്യ കവിത എന്ന് പറഞ്ഞാൽ കവിതയുണ്ട്, കവിത്വം ഉണ്ടെങ്കിലാണ് കവിത. അത് നോവലായിരുന്നാലും കഥയായിരുന്നാലും കവിത്വമാണ് അതിനെ സഹൃദയ മനസ്സിൽ സ്ഥാനം നേടിക്കൊടുക്കുന്നത്. ഇത് അദ്ദേഹം ഭ്രമാത്മകമായ മാജിക്കൽ റിയലിസത്തിന്റെ ചുവട് പിടിച്ചെഴുതിയ ഒരു കവിതയാണ് എന്ന് പറഞ്ഞു തുടങ്ങി. അതിൽ എനിക്ക് കണ്ട ഒരു പ്രത്യേകത, മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ ഭ്രമാത്മകതയുടെ ചേരുവയേക്കാളേറെ റിയലിസമാണ് അതിൽ കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടത്. അദ്ദേഹം ആ നോവലിൽ നിന്ന് കടം കൊണ്ട ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു പ്രേരണ സ്വന്തം നാട്ടിലെ അല്ലെങ്കിൽ അദ്ദേഹം കടന്നു വന്ന ഒരു കാലഘട്ടത്തിലൂടെ വളരെ സമർത്ഥമായി സമഞ്ജസമായി അദ്ദേഹം നമ്മുടെ മുമ്പ് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ഞാനിവിടെ ഒരാൾ പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, നല്ല നാളെകളെക്കാൾ എനിക്കിഷ്ടം എൻ്റെ നല്ല ഇന്നലെകളെയാണ്. അതൊരു ചിന്തകന്റെ ഒരു ആപ്തവാക്യമായിട്ട് ഞാൻ ഇങ്ങനെ എവിടെ കുറിച്ചു വെച്ചതാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് എപ്പോഴും അനുഭൂതി ഉണ്ടാകുന്നത് നമ്മളെ കഴിഞ്ഞു പോയ കാലങ്ങളെക്കുറിച്ച് നമ്മുടെ സ്മരണയുടെ ലോകത്തിലേക്കുള്ള ഒരു പിന്നടത്തമാണ്. അങ്ങനെയുള്ളൊരു വലിയ അനുഭവവും ആ അനുഭവങ്ങളെ അദ്ദേഹം അനുഭൂതിദായകമാക്കി. ഇപ്പം വെറും റിപ്പോർട്ടിംഗ് അല്ല, അദ്ദേഹം ഒരു കാര്യം റിപ്പോർട്ട് ചെയ്താൽ അത് റിപ്പോർട്ടിംഗ് ആയിപ്പോകും. അതൊരു സാഹിത്യരൂപമാകുന്നത് സർഗാത്മകത ചേരുമ്പോഴാണ്. സംഭവങ്ങളുടെ വിവരണത്തോടൊപ്പം ആവശ്യത്തിലേറെ സർഗാത്മകത അദ്ദേഹം ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മതിയാവോളം സർഗാത്മകയുടെ പ്രതിഭ പ്രവാഹം ഈ കവിതയുടെ ആദ്യവസാനം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. നിരൂപണം നടത്താൻ ഞാൻ ആളല്ല. അപ്പം ആ ഒരു സർഗാത്മകയുടെ വളരെ സുന്ദരമായ ഒരു സമ്മേളനം ഈ കവിതയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പിന്നൊരു വലിയ പ്രത്യേകത, അമേരിക്കയിലുള്ള മറ്റ് പല കവികളിലും കാണാത്ത ഒരു വിശേഷം എനിക്ക് ഈ കവിതയിൽ തോന്നിയത് ആവശ്യത്തിലേറെയുള്ള ധ്വനി സങ്കല്പങ്ങളുടെ പ്രാതിനിധ്യമാണ്. ധ്വനി നമുക്കറിയാം, അത് എപ്പോഴും ഒരു കവിക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമാണ്. ഒരു നോവലിസ്റ്റിനോ ഒരു കഥാകാരനോ ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യം കവിക്ക് കിട്ടാറുണ്ട്. അത് ധ്വനി സങ്കല്പങ്ങളുടെ സന്നിവേശമാണ്. അതായത് വ്യംഗ്യ അർത്ഥങ്ങൾ, പുതിയ വാക്കുകൾ പോലും സൃഷ്ടിക്കുവാൻ ഭാഷ അവകാശം കൊടുത്തിരിക്കുന്ന ഒരാളാണ് കവി. അത് കവിക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു അവകാശമാണ്.
അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് സമർത്ഥമായിട്ട് ഇതിലുപയോഗിച്ചിട്ടുണ്ട്. ആ ധ്വനിസങ്കല്പങ്ങൾ എത്രയോ വരികളുണ്ട്. ഞാൻ ഈ സമയം ഒത്തിരി ആൾക്കാർ സംസാരിക്കാനുണ്ട്, എനിക്ക് കൂടുതൽ കേൾക്കാനാണ് ഇഷ്ടം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കുറേ വരികൾ ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ആ വരികളിനകത്തുള്ള ധ്വനിസങ്കല്പങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. അതായത് നമുക്ക് അനുഭവം, നമ്മുടെ ജീവിതത്തിലെ അനുഭവം നമുക്കുണ്ടാവുന്ന 3 രീതിയിലാണ്. ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നത്, രണ്ടാമത് നമ്മൾ യാത്രയിലൂടെ നേടുന്നത്, 3 വായനയിലൂടെ നേടുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് 3ൻ്റെയും ഒരു സമ്മേളനം ഇതിൽ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കെടുക്കുന്നതിൽ മിക്കവാറും എല്ലാവരും ഒരു ജീവിതത്തിൻ്റെ ഒരു പകുതി കാലഘട്ടം പിന്നിട്ടവരാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ഓരോ വരികളിലൂടെയും അനുഭൂതി നുകരുവാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നിറഞ്ഞ സർഗാത്മകത, അതുപോലെ തന്നെ പദവിന്യാസം, ഭാഷയുടെ പദവിന്യാസം. 1-2 സ്ഥാനങ്ങൾ ഒഴിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ നിരൂപണം എൻ്റെ ജോലിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്ക് 1-2 സ്ഥാനങ്ങളിൽ അതങ്ങനെ അല്ലായിരുന്നു, കുറച്ചുകൂടെ ഭംഗിയായേനെ എന്ന് തോന്നിയെങ്കിൽ പോലും ഏതാണ്ട് 99% സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ പദ സെലക്ഷനും അത് വിന്യസിച്ചിരിക്കുന്ന സൗന്ദര്യബോധവും വളരെ ആകർഷകമായിരുന്നു. അത് തന്നെയാണ് ഈ കവിതയെ വേറിട്ടതാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഒത്തിരി ആൾക്കാരുടെ കവിത അമേരിക്ക വന്നതിന് ശേഷം ഇങ്ങനെ കേൾക്കാറുണ്ട്. ഞാൻ വളരെ ആദരിക്കുന്ന ഒരാളാണ് നമ്പിമഠം. കാരണം അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ ഈ ശരിക്കും പറഞ്ഞാൽ സാമ്പ്രദായികമായ കാവ്യസങ്കല്പങ്ങളുടെ നിരർഗളമായ പ്രവാഹം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പം ഇതിനകത്ത് സന്ദേശമുണ്ട്, വെറും വൈകാരികതയല്ല. ഇപ്പം ചില ആളുകൾ 4 വരിയിൽ വികാരം പറയും. വെറും വികാരം, വൈകാരികത മാത്രം കടന്നു പോകും. വൈകാരികത മാത്രമല്ല കവിത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, കാരണം ഓരോരുത്തരും ഓരോ രീതിയിൽ, അതൊക്കെ ആത്മനിഷ്ഠമായിട്ടാണ് കലാരൂപങ്ങളെ ഓരോരുത്തരും വിലയിരുത്തുന്നത്. ആ വൈകാരികതയുടെ അതിപ്രസരമല്ല ഇവിടെ, വിവേകത്തിൻ്റെ, വിചാരത്തിൻ്റെ ഒരു സമന്വയം നമുക്ക് കാണുവാൻ കഴിയും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ആ ഒരു ഗ്രാമ അന്തരീക്ഷം അദ്ദേഹം ഇവിടെ പറയുമ്പോൾ, ലാടം അടിച്ച കാള, ഇതൊക്കെ നമ്മുടെ ബാല്യകാലത്താണ് ഓർമ്മിപ്പിക്കുന്നതാണ്. അതുപോലെ ബീഡി തീർക്കുന്നത്, അതൊക്കെ നമുക്ക് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ഒരിക്കലും പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. എന്തൊരു ദ്രുത ഗതിയിലാണ് ചെറിയ ബീഡിയും വലിയ ബീഡിയും 2 സൈഡിലോട്ട് ഇങ്ങനെ മുറത്തിൽ വന്ന് വീഴുന്നതെന്ന് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പൊ അത് ആ തുടക്കം മുതൽ ആ അനുഭവങ്ങൾ അദ്ദേഹം ഇങ്ങനെ നിരയായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ആ തൊണ്ടുകൾ നിറച്ച വഞ്ചി പോകുന്നത്, തിരുവനന്തപുരത്തിനടുത്ത് വള്ളക്കട എന്നൊരു സ്ഥലമുണ്ട്, ഞാൻ അവിടെ തിരുവനന്തപുരത്ത് തന്നെ പറയാണ്. അവിടെ നിറയെ ഇങ്ങനെ ഞാൻ എൻ്റെ ചെറിയ നാളുകൾ കണ്ടിട്ടുണ്ട്, തൊണ്ട് ഇങ്ങനെ നിറച്ചിട്ട് വഞ്ചി നമുക്ക് തൂങ്ങി മുങ്ങിപ്പോവില്ലെന്ന് തോന്നും. അതേ ഒരു അനുഭവം, അല്ലെങ്കിൽ ആ ഒരു അനുഭൂതി ഉയർത്തി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നൊരു നമ്മുടെ ബഷീറിയൻ ഒരു സങ്കല്പം അതിനകത്ത് കാണുന്നുണ്ട്. ബഷീറിൻ്റെ എല്ലാ കവിതയും അല്ലെങ്കിൽ എല്ലാ കഥയും ഒരു വ്യത്യസ്തമായ പരിസ്ഥിതി എന്നാണ് അദ്ദേഹം എഴുതാറുള്ളത്. ആ ഒരു പരിസരം അദ്ദേഹം ഇവിടെയും എടുത്തിട്ടുണ്ട്. ആ പരിസരം സെലക്ട് ചെയ്തതിൽ, അല്ലെങ്കിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ വളരെ നന്നായിട്ട് കൊല്ലൻ്റെ ആല, നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല, ഇന്ന് നമ്മുടെ നാട്ടിൽ പലയിടത്തും ഇല്ല. കൊല്ലൻ്റെ ആല കുടുംബമായിട്ടിരുന്ന് ഇരുമ്പ് പണി ചെയ്യുന്നത്, കൊല്ലത്തി ഇങ്ങനെ കാറ്റ് അതിനകത്ത് കൊടുക്കുന്നത്, അദ്ദേഹം അത് സന്നിവേശിപ്പിക്കുന്നത് ഭയങ്കര രസകരമായ കാര്യമാണ്. അതുപോലെ ക്രിസ്തുരാജ പള്ളി, പിന്നെ കാണിക്ക വഞ്ചി, ഇതൊക്കെ നമുക്ക് നമ്മളൊരു നാട്ടിലൂടെ നമ്മളിങ്ങനെ ഒരു അദ്ദേഹം പറഞ്ഞു ഇതൊരു മരിച്ച ആണ്, പക്ഷെ നമുക്ക് ഒരു 50 വർഷത്തിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ ഒരു ഗ്രാമത്തിലൂടെ നടന്നു വന്ന ഒരു അനുഭവം, എനിക്കൊന്നും ഇവിടെ എല്ലാവർക്കും അത് ഉണ്ടായിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസം എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ വയറ്റാറ്റി ഉണ്ണൂലി, അങ്ങനെ കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാം. മണ്ണാൻ ശങ്കരന്റെ വെളുത്ത മക്കള്, അതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള പദവിന്യാസവും പ്രയോഗങ്ങളുമാണ്. എന്തായിരുന്നു അതിനെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാൻ എനിക്കുണ്ട്, പക്ഷേ ഈ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും വളരെ നമുക്കൊരു വായനാനുഭവം, അതോടൊപ്പം ശ്രവ്യ അനുഭൂതി ജനിപ്പിച്ച നമ്പിമഠത്തിന് എല്ലാ ആശംസകളും. അത് ആസ്വദിക്കാനുള്ളൊരു അവസരമൊരുക്കിയ മലയാള സൊസൈറ്റിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. താങ്ക് യു സുരേന്ദ്രൻ നായർ. അടുത്തതായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ജോസഫ് പുന്നോലി, ഡോക്ടർ ജോസഫ് പുന്നോലി, അദ്ദേഹം കോട്ടയത്ത് നിന്നാണ് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് തോന്നുന്നു. ജോസഫ് പുന്നോലി സാർ, പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ആദ്യമായിട്ട് ശ്രീ ജോസഫ് നമ്പിമഠം അദ്ദേഹത്തിൻ്റെ കവിത ഇവിടെ അവതരിപ്പിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്.
ശ്രീ നമ്പിമഠവുമായിട്ട് എനിക്ക് പ്രത്യേക ഒരു ബന്ധമുണ്ട്. ഞങ്ങൾ കോളേജിൽ സതീർത്ഥ്യർ ആയിരുന്നു. പല ഗുരുനാഥന്മാരും എൻ്റെയും ഞങ്ങൾക്ക് കോമൺ ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ കവിയായിരുന്ന പ്രൊഫസർ ഇസ്താക്ക്, ഡോക്ടർ സ്കറിയ സക്രിയ, പ്രൊഫസർ അഞ്ചനാടൻ, രാമചന്ദ്ര പൈ സാറ്, അങ്ങനെ പല പ്രഗത്ഭന്മാരായിട്ടുള്ള അധ്യാപകന്മാരുടെ ശിക്ഷണത്തിൽ ആണ് ശ്രീ നമ്പിമഠത്തിൻ്റെ അതുപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലും അദ്ദേഹം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു SP കോളേജിൽ എടുത്തിരുന്നത്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള അധ്യാപകന്മാരുണ്ടായിരുന്നു. MP പോളിൻ്റെയും പ്രൊഫസർ MP പോൾ പഠിപ്പിച്ച കലാലയമാണ്. അപ്പോൾ ആ പാരമ്പര്യം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പല ജോലികൾ നാട്ടിലും ഇവിടെയും ചെയ്തെങ്കിലും അദ്ദേഹം സാഹിത്യത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചതിൽ അതിൽ പ്രത്യേക ഒരു സന്തോഷമുണ്ട്. ഈ നടക്കാൻ ഇറങ്ങിയ കവിത അദ്ദേഹം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രവാസി നാട്ടിലേക്ക് തിരിച്ചുപോയി പഴയ ഗ്രാമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ കൂടി അദ്ദേഹം സഞ്ചരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും ജീവിതത്തിൻ്റെ ഒരു പുതിയ വ്യാഖ്യാനം അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ഒരു മാജിക്കൽ റിയലിസം അദ്ദേഹം പറഞ്ഞു. അതിന് ഗാർസിയായുടെയും OV വിജയൻ്റെയും മറ്റും ദൃഷ്ടാന്തം അദ്ദേഹം സൂചിപ്പിച്ചു. അവരുടെ നോവലുകളും മറ്റും അദ്ദേഹത്തെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞു. മാജിക്കൽ റിയലിസത്തിൻ്റെ വേറൊരു ഉപജ്ഞാതാവായ സർ ബെൻ ഓഖ്രിയെ യാദൃശ്യമായിട്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാരീസിൽ വെച്ച് എനിക്ക് കണ്ടുമുട്ടാനിടയായി. അദ്ദേഹം നൈജീരിയയിൽ നിന്നും UK കുടിയേറിയ ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ 4 പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പുസ്തകം ദ ഫാമിഷ്ഡ് റോഡ്, അത് ബുക്കർ പ്രൈസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പം അതും ഈ ഗബ്രിയേൽ ഗാർഷിയ മാർക്കേസിൻ്റെ പുസ്തകത്തിന് സമാനമായിട്ടുള്ള ഇതിവൃത്തമാണ് അതിലുമുള്ളത്. ഈ കവിതയിൽ നടക്കാൻ ഇറങ്ങിയ കവിത, അതിൽ നമ്മൾ പല കഥാപാത്രങ്ങളും ഇത് എനിക്ക് പരിചയപ്പെട്ട അദ്ദേഹം അല്ലെങ്കിൽ നമ്പിമഠത്തിന് പരിചയപ്പെട്ട ചങ്ങനാശ്ശേരിയും ഇത്തിത്താനവും അങ്ങനെയുള്ള ആ ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ കൊല്ലൻ്റെ ആലയും മറ്റും എല്ലാം നമുക്ക് പരിചയപ്പെട്ട സ്ഥലങ്ങളാണ്. അതിൽ ഇത് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു നോവലിൻ്റെ ഇതിവൃത്തം ഇതിലുണ്ട്. ആ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒരു കവി വീക്ഷണം, അതിൽ ചങ്ങനാശ്ശേരിയുടെ ഒരു കയ്യൊപ്പ് നമുക്ക് ഇതിൽ കവിതയിൽ മുഴുവനായിട്ടും കാണാം. ചെത്തിക്കടവ്, കൊല്ലൻ്റെ ആല, കളരി, വായനശാല, ക്ഷേത്രം, മദ്യം കുടിച്ചുറങ്ങുന്ന വണ്ടിക്കാരൻ, തലയറ്റ മനുഷ്യർ, തൂങ്ങിയ ശവങ്ങൾ, ഇവയെല്ലാം അവസാനം തലയറ്റ മനുഷ്യരും ബ്രാഹ്മണനും തൂങ്ങിയ ശവങ്ങളും എല്ലാം ഒരു മെറ്റാഫിസിക്കൽ ലോകത്തേക്ക് കവി നമ്മളെ കൊണ്ടുപോവുകയാണ്. ഗ്രാമീണ ജീവിതം അത് നമ്മുടെ മുമ്പിൽ വരച്ചതിന് ശേഷം ഒരു ഫിലോസഫിക്കൽ തലത്തിലേക്ക്, ദാർശനിക തലത്തിലേക്ക് കവി നമ്മളെ കൊണ്ടുപോവുകയാണ്. ജനനവും പേടകവും ഭ്രമണവും പുനർജന്മവും ഗ്രാമത്തിൽ നിന്നും ഗ്രഹത്തിലേക്കും ഒരു കോസ്മിക് വില്ലേജ് കേഴ്സിലേക്കും ഒരു കോസ്മിക് സൈക്കിളിലേക്കും എല്ലാം ഇതിലൊരു മെറ്റാഫിസിക്കൽ എലമെന്റ്സ് വളരെയധികം കാണാൻ സാധിക്കും. ഭാഷയുടെ ശൈലി ഒരു പദ്യ ഭാഷയാണെങ്കിലും ഇത് നമ്മളെ പുതിയ ഒരു ദാർശനിക തലത്തിലേക്ക് ഈ കവി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, ആ കവിത കൊണ്ടുപോകുന്നുണ്ട്. അത് തന്നെയാണ് ഈ കവിതയുടെ ശക്തി എന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഈ നടക്കാനിറങ്ങിയ കവിത ഒരു ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു കവിതയല്ല. ആ ഗ്രാമം തന്നെ കവിതയിലേക്ക് അത് ലയിക്കുന്ന ഒരു അവസ്ഥ, അതിൽ നിന്നും ജീവിതത്തിൻ്റെ ഒരു മെറ്റാഫിസിക്കൽ വ്യൂ അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ്
വായനക്കാർക്ക് തരാൻ വേണ്ടി കവി നടക്കാനിറങ്ങിയ കവി ആ കവിതയിൽ കൂടി നമുക്ക് ഒരു ദാർശനിക തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഏതായാലും ഒരു മാജിക് റിയലിസത്തിനേക്കാളും ബെന്നോക്രി പറയുന്ന പോലെ മാജിക് റിയലിസത്തെക്കാളും കൂടുതൽ റിയലിസത്തെ ചിത്രീകരിക്കുന്ന ഒരു അതിൽ സ്പിരിച്വൽ റിയലിസം ഉണ്ട്, വിഷണറി റിയലിസം ഉണ്ട്, എക്സിസ്റ്റൻഷ്യലിസം ഉണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള മീനിങ് ഓഫ് ലൈഫ്, എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫി, അതും ബുദ്ധിസ്റ്റ് ഫിലോസഫി എല്ലാം കലർന്ന് ഒരു ആ കവിത നമുക്കൊരു പ്രത്യേക ഒരു അനുഭൂതി തരികയാണ്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു, പക്ഷേ ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം ഈ കവിത തീർച്ചയായിട്ടും നമ്മളെ ഒരു പുതിയ അനുഭൂതി നമുക്ക് തരുന്നുണ്ട്. ശ്രീ നമ്പി മാഡത്തിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. നമസ്കാരം. താങ്ക് യു ജോസഫ് പുന്നോലി, താങ്ക് യു. അടുത്തതായിട്ട് ശ്രീമതി പൊന്നുപിള്ള. ശ്രീമതി പൊന്നുപിള്ള അൺമ്യൂട്ട് ചെയ്ത് കേട്ടോ. നോട്ടഡാണേ, അൺമ്യൂട്ട് ചെയ്ത്. ശ്രീമതി പൊന്നുപിള്ളയ്ക്ക് സാങ്കേതികമായ ചില തടസ്സങ്ങൾ കൊണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ പുള്ളിക്കാരത്തേക്ക് നമ്മളോട് സംസാരിക്കാൻ കഴിയില്ലെന്ന് എന്നോട് ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞായിരുന്നോ? അപ്പോ പിന്നെ നമുക്ക് അടുത്തതായിട്ടെന്ന മിസ്റ്റർ തോമസ് വർഗീസ്. പൊന്നുപിള്ള എപ്പോഴാണോ റെഡി ആകുന്നത് കേട്ടോ, അതിനുശേഷം നമുക്ക് ഓക്കെ വി ക്യാൻ ഗോ ബാക്ക്. ഇപ്പൊ തോമസ് വർഗീസ് പറഞ്ഞ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. നല്ലൊരു കവിത, അദ്ദേഹത്തിന്റെ കവിത എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പം ഞാനും 50 കൊല്ലത്തിന് മുമ്പേ 51 കൊല്ലത്തിന് മുമ്പേ നാടുവിട്ടതാണ്. ഇവിടെ വന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായി, ഞാനുമായിട്ട് കുറേയൊക്കെ സാമ്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാനും റേഡിയോളജിയും ഒക്കെ ആയിട്ട് ആശുപത്രിയിൽ വഴി നടന്നതാണ്. കുറച്ച് അവിടെ നിന്നാണ് പിന്നെ റിട്ടയർ ചെയ്ത് ഇപ്പം വീട്ടിലിരിക്കുന്നത്. പിന്നെ ആ കവിതകൾ കേട്ടപ്പോഴേ 50 വർഷത്തിന് മുമ്പേ നമ്മുടെ ഗ്രാമങ്ങളിലും അന്നത്തെ പട്ടണങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമജീവിതത്തെക്കാളും വലിയ രീതിയിലൊന്നും ഉയർച്ചയുള്ളതായിരുന്നില്ല. അന്നത്തെ ആ ജീവിതത്തിലേക്കൊക്കെ നമ്മളെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് അതിന് സാധിച്ചു. ഇപ്പം പ്രായമായിരിക്കുമ്പം പല സ്മരണകളും ഇടയ്ക്കിടയ്ക്ക് മാഞ്ഞു പോകുന്നുണ്ട്. അതിനെ എല്ലാം പുനർജീവിപ്പിക്കാനും നമ്മുടെ സ്മരണകളിലേക്ക് പഴയ കാര്യങ്ങളെല്ലാം കൊണ്ടുവരാനും ഈ കവിതയ്ക്ക് കഴിയുന്നുണ്ട്. അതിന് മിസ്റ്റർ ജോസഫ് നമ്പിമഠത്തിനെ ഞാൻ അനുമോദിക്കുന്നു. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതിൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. നമ്മൾ പണ്ട് മണ്ടത്തരം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ആവശ്യമില്ലായിരുന്നു എന്ന് വിചാരിച്ചൊക്കെ ഇപ്പോഴത് ഓർക്കുമ്പോഴത് സന്തോഷിക്കാനും ചിരിക്കാനും നമ്മുടെ ജീവിതത്തെ ശരിയായിട്ട് കാണാനും ഒക്കെ ഒരു അവസരമായിട്ടാണ് ഇപ്പം തോന്നുന്നത്. പക്ഷെ അതിനെല്ലാം വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരാനും ഇതെല്ലാം ഒന്ന് എൻജോയ് ചെയ്യാനും ഉള്ള അവസരം ഉണ്ടാക്കി തന്ന മിസ് നമ്പിമഠത്തിനോട് വീണ്ടും നന്ദി പറയുന്നു. അന്നത്തെ സംസ്കാരവും ആളുകളും അത് ഇന്നത്തേതുമായിട്ട് എന്തുമാത്രം വ്യത്യാസമുണ്ടെന്നും അതിലെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ നമുക്കൊന്ന് പഠിക്കാനും കൂടെ സാധിക്കുന്നുണ്ട്. പണ്ടത്തെ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ ബന്ധങ്ങളോ ഒന്നും ഇന്നങ്ങോട്ട് ശക്തിപ്പെട്ടു പോകുന്നില്ല. പക്ഷേ പണ്ടത്തെ ഇന്നസെൻസ്, ഈ വൈറ്റാട്ടിയുടേതും അതുപോലെ തന്നെ കൊല്ലന്മാരുടേതും ഇതൊക്കെ അന്നത്തെ അവരുടെ ആ ചെറിയ ജീവിതത്തിൽ കൂടുതലായിട്ടുണ്ടായിരുന്ന ബന്ധങ്ങൾ ഇന്ന് നമുക്ക് വലിയ ജീവിതങ്ങൾ കിട്ടിയപ്പോൾ ആ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്നില്ലേ എന്നാണ് ഒരു സംശയം ഉണ്ടായിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. ഇനിവേ ഇത് വളരെ ചിന്തിക്കാനായിട്ടും ഒന്ന് അനലൈസ് ചെയ്തെടുക്കാനും ഇന്നത്തെ ചേഞ്ചസ് മനസ്സിലാക്കാനും ഒക്കെ ഈ കവിത, അദ്ദേഹത്തിന്റെ കവിതകളെ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ മിസ്റ്റർ ജോസഫ് നമ്പിമഠത്തിനെ ഞാൻ അഭിനന്ദിക്കുന്നു, താങ്ക് യു പറയുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു തോമസ് വർഗീസ്, താങ്ക് യു. അടുത്തതായിട്ട് നമുക്ക് ന്യൂയോർക്കിലേക്ക് പോകാം. ന്യൂയോർക്കിലെ രാജു തോമസ്, പ്ലീസ് അൺമ്യൂട്ട്.
എല്ലാവർക്കും നമസ്കാരം. ഇവരൊക്കെ മ്യൂട്ടായി പോയല്ലോ. മ്യൂട്ടഡ് ആകട്ടോ, അൺമ്യൂട്ട് ചെയ്തോ. മ്യൂട്ടായി. ഓക്കെ. ഇവരൊക്കെ സംസാരിച്ചവരൊക്കെ കവിത ശരിക്ക് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. കാരണം നിങ്ങൾ നേരത്തെ കവിതയും കഥയൊക്കെ അയച്ചു കൊടുക്കുന്നത് അതിന്റെ ഇതുകൊണ്ടാ. ഞാൻ ഈ കവിത ഈ മലയാളിയിലെ കൂടെ ആദ്യം വായിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ 3 കവിതാ സമാഹാരങ്ങളുണ്ടല്ലോ, നിസ്വനായ പക്ഷി, തിരുമുറിവിലെ തീ, പിന്നെ നടക്കാനിറങ്ങിയ കവിത. അതെല്ലാം കൂടെ സമാഹരിച്ചുകൊണ്ട് പുള്ളി കഴിഞ്ഞ കൊല്ലം ഇറക്കിയ 3/4 ഇഞ്ച് കട്ടിയുള്ള ഒരു പുസ്തകമാണ്. തെരഞ്ഞെടുത്ത നമ്പിമണ കവിതകൾ. 278 പേജാ. 91 മലയാളം കവിതകളും 7 ഇംഗ്ലീഷ് കവിതകളും. ഒരു യമണ്ടൻ ബുക്കാ. അനേകരുടെ ആസ്വാദനങ്ങൾ. അയ്യപ്പ പണിക്കര്, മധുസൂരൻ നായര്, വിനയേന്ദ്രൻ. ഈ സമാഹാരത്തിലെ 1ാമത്തെ കവിതയാണ് നടക്കാനിറങ്ങിയ കവിത. ആ ടൈറ്റിൽ തന്നെ, അതിനകത്തെ ആ ടൈറ്റിലിന്റെ ആ ഒരു മനോഹാരിത നോക്കി, അതിൽ ക്രാഫ്റ്റ്, നടക്കാനിറങ്ങിയ കവിത, അത് തന്നെ മനോഹരമായി. ഈ ഇദ്ദേഹം പറഞ്ഞ അപ്പൊ ഇതിന്റെ മൂല പ്രചോദനമായിരിക്കുന്ന ആ പുസ്തകം നമ്മുടെ ഹൂലിയോ റൂൾഫോയുടെ എന്തോ അതിന്റെ പേര്, പേദ്രോ പാരമോ, അതിനകത്ത് പ്രധാന ക്യാരക്ടറാണ്. ആ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇതിന്റെ അടിക്കുറിപ്പ് കണ്ടപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഗൂഗിളിൽ നോക്കി. ഞാൻ നമ്മുടെ മാർക്കേഴ്സിന്റെ കംപ്ലീറ്റ് കൃതികൾ വായിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം വായിച്ച ഏറ്റവും മനോഹരമായ പുസ്തകമാണ് ഈ പേദ്രോ പാരമോ എന്നുള്ളത്. അവിടെ ആ ഗ്രാമത്തില് എനിക്ക് മനസ്സിലായത്, കൊമാലിയിൽ മരിച്ചവരാര് ജീവിച്ചിരിക്കുന്നവരാര് എന്ന് പറയാൻ ഒക്കുന്നില്ല. ഇവിടെ താൻ ജനിച്ചു വളർന്ന ഗ്രാമമാ, തന്റെ ഗ്രാമമാ, പഴയ ഗ്രാമം. പക്ഷെ ദൂരെ എങ്ങോ ഗോളത്തിൽ നിന്ന് പുള്ളി വന്നിരിക്കുക, അമേരിക്കയിൽ നിന്നോ വേറെ ഗോളത്തിൽ നിന്നോ. ഇപ്പൊ എല്ലാം മാറിപ്പോയി. പക്ഷെ അവയൊക്കെ നേരത്തെ പൊന്നൂർ സാർ പറഞ്ഞ പോലെ ജീവൻ വെച്ച്, ഓർമ്മയിൽ ജീവൻ വെച്ച് നടന്നു പോവുകയാണ്. ആ 40 ചിത്രങ്ങളാ, 40 മനുഷ്യർ. ഒരു കാലത്ത് മജ്ജയും മാംസം ഉണ്ടായിരുന്ന, രക്തം ഉണ്ടായിരുന്ന മനുഷ്യര്. ആ ജീവിത ചിത്രങ്ങൾ ഇന്ന് കാണാനൊക്കില്ല, വളരെ മാറിപ്പോയി. അപ്പൊ അങ്ങനെയുള്ള 40 വിനിയറ്റ്സിന്റെ ഒരു കൊളാഷ് ആണ് ഈ ബൃഹത്തായ കാൻവസിൽ അദ്ദേഹം വരച്ചിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, കവിതയല്ലേ, എന്താണ് സന്ദേശം? അതിനും ഇവിടെ ഒരു ന്യായീകരണമുണ്ട്. അദ്ദേഹം അറിയാതെ എഴുതിപ്പോയതായിരിക്കും അവസാന ഭാഗത്തുള്ളത് കേട്ടോ. അവസാന ഭാഗത്ത് കവി നമ്മളോട് സംവദിക്കുക, മറ്റേ ചിത്രങ്ങൾ വരയ്ക്കുക. അവസാനം വരയ്ക്കുന്നുണ്ട് ജനനത്തെ പറ്റിയും, നമ്മൾ ഏത് പേടകത്തിലാണ് വന്നതെന്നും ഒക്കെ. എനിക്കൊരു സംശയമുള്ളത്, വളരെ മനോഹരമായിരിക്കും അതിന്റെ ക്രാഫ്റ്റ് അവിടെ കൊടുക്കുക. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിനകത്ത് ഈ ഉത്തരാധുനികത എന്നൊക്കെ നമ്മൾ പറയും. ഞാൻ ഉത്തരാധുനികയിൽ ഒരു കവിത പോലും കവിതയൊക്കെ എഴുതുകയും ഉത്തരാധുനികമായിട്ടുള്ള ഒരു ഭാവനയോ കാവ്യ രചന തന്ത്രമോ എനിക്കില്ല, പരീക്ഷിച്ചിട്ടുമില്ല. ഇതിനകത്ത് അങ്ങനെ അനേകം ഉണ്ട്. ഇത് ഒന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അയ്യപ്പ പണിക്കരെ പോലുള്ള അദ്ദേഹത്തിന്റെ ആദരവ് ഇങ്ങനെ പിടിച്ചു പറ്റാൻ കഴിഞ്ഞത്. പക്ഷെ എനിക്കൊരു സംശയം, ഈ നമ്മുടെ കന്യാകുമാരി പോയി വിവേകാനന്ദ പാറയെ മലന്ന് കിടക്കാൻ ഇപ്പൊ ഒക്കത്തില്ല കേട്ടോ. ഇപ്പൊ പാറയിൽ കിടക്കാനൊക്കത്തില്ല. അപ്പൊ എനിക്ക് തോന്നി അതിന് പകരം നമ്മുടെ കർണാടകയിലെ എന്തുവാ ശ്രാവണ ബലഗോള, അവിടെ ഒരു വലിയ ജൈനക്ഷേത്രം ഉണ്ടല്ലോ. അവിടെയാണ് പണ്ട് അശോകന്റെ വല്യപ്പൻ ചന്ദ്രഗുപ്ത മൗര്യര് സിംഹാസനം ത്യജിച്ചിട്ട് തെക്കോട്ട് വന്ന് അവിടെ കിടന്ന് പ്രായോപവേശം കിടന്ന് മരിച്ചത്. അതിന്റെ പേരെന്താ, എന്തൊരു ടെമ്പിളിന് വലിയൊരു പേരുണ്ട്. ആ പാറപ്പുറത്ത് ഇപ്പോഴും ജൈന സന്യാസിമാര് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മരണം കാത്ത് ജലപാനം പോലും
ഇല്ലാതെ കിടക്കുന്നുണ്ട്. അവിടെയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ തെക്കോട്ട് പോകുന്ന ട്രെയിൻ, അങ്ങനെയുള്ള പല ബിംബങ്ങളൊക്കെ നമ്മുടെ ഈ മാർക്കൈസിലൊക്കെ ഉണ്ട്. ആ തെക്കോട്ട് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ശൈലിയാണ്, മരിക്കുക അല്ലേ? തെക്കോട്ട് പോകുക എന്ന് പറയാൻ മരിക്കുക എന്നാ. അപ്പൊ മരണത്തിന്റെ പേടകം വണ്ടി അകത്തായിരിക്കും കിടക്കുന്നു അദ്ദേഹം. അപ്പൊ എനിക്ക് തോന്നി അതിനേക്കാൾ നല്ലത് ഗോമതേശ്വര ക്ഷേത്രം അല്ലേ, ഗോമതേശ്വര ക്ഷേത്രം, അവിടെയാ മരണം കാത്ത ആളുകൾ കിടക്കാൻ വരുന്ന അവസാന കാലത്ത്. അവിടെ ആയിരുന്നെങ്കിലോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എനിവേ, വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഞങ്ങൾ കുറെ കവികളൊക്കെ നമ്മളുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ മാർഗരറ്റ് ജോസഫ് ഉണ്ട്, മലയാളം പഠിപ്പിക്കും മാർഗരറ്റ് ജോസഫ്. യോങ്കേഴ്സിലെ, സ്റ്റാറ്റൻ ഐലൻഡിലെ ജയൻ വർഗീസ് ഉണ്ട്, നമ്മുടെ ജയനുണ്ട് കവി. പക്ഷെ അതിനേക്കാളൊക്കെ ചെറിയാൻ കഴിഞ്ഞാൽ ശ്രദ്ധേയനായ ഒരു കവി ഇദ്ദേഹം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു അഭിപ്രായമുണ്ട്. എല്ലാ ആശംസകളോടും സ്നേഹങ്ങളോടും തൽക്കാലം ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു രാജു തോമസ്. അടുത്തതായിട്ട് പൊന്നുപിള്ള റെഡിയാണോ? റെഡിയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ഞാൻ റെഡിയാകുമ്പോഴത്തേക്കും അടുത്ത വ്യക്തിയിലേക്ക് പോകാം. കാലിഫോർണിയയിലേക്ക് പോകാം. പ്രൊഫസർ ഫിലിപ്പ് കല്ലട. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എല്ലാവരുടെയും അഭിപ്രായം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കവിത നമ്മുടെ ഈ സൂം മീറ്റിങ്ങിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്, എനിക്കും ഇഷ്ടപ്പെട്ടതാണ്. ഇഷ്ടപ്പെടുവാനുള്ള 2-3 കാര്യങ്ങൾ. ആദ്യത്തെ ഒരു കാരണം ഞാൻ പറയട്ടെ. ഒരുപാട് പോയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. സുഗതകുമാരി ചേച്ചി പണ്ടൊരിക്കൽ പാടി, സമാന ഹൃദയ നിനക്കായി പാടുന്നേൻ. ഇവിടെ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച മനുഷ്യരാണ്. അപ്പം അവരുടെ എല്ലാ സ്വപ്നങ്ങളും അവരുടെ എല്ലാ അന്നത്തെ ജീവിതങ്ങളുമെല്ലാം ഏകദേശം സമാനങ്ങളാണ്. ഗ്രാമവഴികൾ, ചെമ്മൺ പാതകൾ, അമ്പലം, കുളം, പള്ളി, ഇങ്ങനെയുള്ള സമാന സ്ഥലങ്ങളിലൂടെ പോകുന്ന ഒരു കാഴ്ച കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കാണും. ഈ കാഴ്ചകളാണ് പ്രിയപ്പെട്ട ജോസഫ് അമ്പിയോട് നമ്മളോട് പറയുന്നത്. അത് കവിതയാണോ, കഥയാണോ, നീണ്ടകഥയാണോ, നോവലാണോ എന്നൊക്കെ സംശയങ്ങളോട് പലരും പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതിനെല്ലാം ചേർന്നതാണ്. ഒരു നോവൽ തന്നെ ആക്കാനുള്ള വക ഇതിലുണ്ട്, ഒരു നീണ്ട കഥയാക്കാനുള്ള വക ഇതിലുണ്ട്. എന്നാൽ അദ്ദേഹം അതെല്ലാം രവീന്ദ്രൻ സാർ പറഞ്ഞ പോലെ ഒരു ധ്വനിയിലൂടെ ധ്വനിപ്പിച്ച് വിടുകയാണ്. ഇത് ഇന്നതാണെന്ന് തുറന്നു പറയുന്ന കവിതയല്ല, അത് റിയലിസത്തിലൂടെ കാണിക്കുന്ന ഒരു മാജിക്കായിട്ട് അതിൻ്റെ ഓരോ അംശങ്ങൾ ധ്വനിപ്പിച്ച് പറയുന്ന രീതിയാണ് ഈ കവിതയിൽ അവലംബിച്ചത്. രണ്ടാമത്, ആളില്ലാ ഗ്രാമത്തിൽ പേരില്ലാ ഗ്രാമത്തിൽ എന്ന് പറയുന്നത് ശരിയല്ല. ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഗ്രാമത്തിൻ്റെ പേര് തന്നെയാണ് ഇതിന്. നമ്മുടെ എല്ലാം ജീവിതത്തിലെ വഴികളാണ് ഇതിൽ കാണുന്നത്. നാം എല്ലാ ദിവസവും കാണുന്ന റീത്തുപള്ളിക്കുന്നും വേട്ടോമ്പറമ്പും നീലാണ്ടംകുളവും എല്ലാം കടന്നു പോകുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട നമ്പിയോടൻ സാറും പോയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. മിന്നാമിന്നുകൾ പൊതിഞ്ഞ വൃക്ഷങ്ങൾ, മരുത്, ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിലുള്ള കാഴ്ചകളാണ്. അതുപോലെ തന്നെ കള്ളു കുടിച്ചുറങ്ങുന്ന വണ്ടിക്കാരൻ, അതിൽ കാള തെളിച്ചുകൊണ്ട് പോകുന്ന ഗ്രാമത്തിലേക്ക് പട്ടണത്തിൽ നിന്ന് സാധനങ്ങളുമായി പോകുന്ന വഴികൾ, ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ്. ഇവയൊക്കെ നമ്മുടെ പഴയകാല ജീവിതത്തെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനൊരു വേദനയും കുളിരും നൽകിക്കൊണ്ട് അദ്ദേഹം മുൻപോട്ട് പോവുകയാണ്. ആ കാഴ്ച വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആ സന്തോഷമുണ്ടാകും. ആ പഴയകാല ജീവിതത്തെക്കുറിച്ച് അത് എത്ര കഷ്ടപ്പെട്ടതാണെങ്കിലും വളരെ സന്തോഷത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാകും. ഞാൻ പ്രായം കൂടിയെങ്കിലും ഞാൻ പഠിച്ചത് വളരെ പ്രായം കൂടിക്കഴിഞ്ഞു തന്നെയാണ്. അതുകൊണ്ട് ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞ SP കോളേജിൽ പഠിച്ചിരുന്ന ഒരാളാണ്. അതുകൊണ്ട് അന്നത്തെ പഠന രീതി അനുസരിച്ച് കവിതയും കവിതയൊന്നും ഇന്നത്തെ പോലെ ആസക്തമായി തീർന്ന ഒരു കാലഘട്ടമായിരുന്നില്ല അത്. എങ്കിലും ബെസ്റ്റ് കവികളെക്കുറിച്ചും കലാകാരന്മാരെക്കുറിച്ചും ഒക്കെ പഠിക്കുകയും
പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മിവിടെ സാറിന് ആ ഗുണം കിട്ടിയതെല്ലാം അന്നത്തെ പഠനത്തിൽ നിന്നാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കവിതയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ സംഭവിച്ച ചില സംഭവങ്ങളൊക്കെ ഇതിലും പറയുന്നുണ്ട്. തലയില്ലാത്ത നായന്മാർ സംസാരിക്കുന്നത്, നീലാണ്ടനെ കുത്തിക്കൊന്ന സംഭവം ഞങ്ങളുടെ നാട്ടിൽ നടന്നതാണ്. ഇങ്ങനെയൊക്കെ ഒരുപാട് നടന്ന സംഭവങ്ങളുടെ ധ്വനിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് ഈ കവിതയാണ്. അതുകൊണ്ട് കവിത വായിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയസ്പർശിയാണ്, സ്വന്തം അനുഭവമാണ്. ഇത് കവിതയേക്കാൾ ഉപരിയായിട്ടുള്ള അനുഭൂതികൾ നമുക്ക് സമ്മാനിക്കുന്ന മനോഹരമായ കാവ്യമാണ്. ഇത് എഴുതിയ പ്രിയപ്പെട്ട നമ്പിവണ്ണ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കൂടുതൽ ആൾക്കാർ പറയാനുണ്ടല്ലോ. താങ്ക് യു. Thank you, Professor Kallada from California. ശ്രീമതി പൊന്നുപിള്ള റെഡിയാകുമ്പോൾ കയറി വരിക കേട്ടോ. എപ്പോൾ വേണമെങ്കിലും റെഡിയാകുമ്പോൾ കയറി വന്നോളൂ. നോ പ്രോബ്ലം. പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റുകയെന്നാണ് പറഞ്ഞത്. കാര്യം ടെക്നിക്കൽ പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ വേണമെങ്കിലും റെഡിയാകുമ്പോൾ കയറിക്കോട്ടെ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ പറഞ്ഞത് കേട്ടോ. നത്തിങ് എൽസ്. വെൻ ഷീ ഈസ് റെഡി. ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ലോക്കൽ ഇവിടെ നമ്മുടെ TN സാമുവൽ ഫ്രം ഹ്യൂസ്റ്റൺ ടെക്സസ്. TN സാമുവൽ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. നല്ല തണുപ്പാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. ഒരു ചെറിയ അബദ്ധം പറ്റി. വെളിയിലായിരുന്നു, സമയത്തിന് എത്താൻ സാധിച്ചില്ല. നമ്മുടെ സെക്രട്ടറി വിളിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഇത് കയറാൻ സാധിച്ചത്. ഇച്ചിരി ടെക്നോളജിക്കൽ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. എനിവേ, ഇപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കവിത ഇത്രയും നല്ല ഒരു പങ്കാളിത്തം ഇന്നത്തെ മീറ്റിങ്ങിൽ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വലിയ സന്തോഷമുണ്ട്. നീട്ടിവെച്ച് കൊണ്ടുപോയ മീറ്റിംഗ് നമുക്ക് ഇന്ന് ഇത്ര സമൃദ്ധിയായിട്ട് നടത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കവി ജോസഫ് നമ്പിമഠം ഒരു വളരെ പ്രതിഭാശാലിയായ ഒരു എഴുത്തുകാരനാണെന്ന് പണ്ടേ തെളിയിച്ചതാണ് ഈ അമേരിക്കയിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്തരം നല്ല കവിതകൾ എഴുതുകയും അതിന് അവാർഡുകൾ കിട്ടുകയും ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ആർക്കും അതിശയം തോന്നേണ്ട കാര്യമില്ല. അത്ര നല്ല എഴുത്തുകാരനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അതേപോലെ തന്നെ ഞാൻ അടിവര ഇട്ടുകൊണ്ട് തന്നെ ഞാൻ വേറെ ചുരുക്കം ചില കൊച്ചു സംശയങ്ങൾ മാത്രം ഞാനിതിൽ ചോദിക്കാൻ തയ്യാറാണ്. കാരണം മറുപടി പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയാൻ വേണമല്ലോ. ഇന്ന് നമ്മൾ കേരളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ച ഗ്രാമാന്തരീക്ഷത്തെ വളരെ ഭംഗിയായിട്ട് വിവരണം നൽകി അവതരിപ്പിച്ചിരിക്കുന്ന ഈ കവിത, എൻ്റെ ആദ്യത്തെ ചോദ്യം, ഇത് കവിത എന്ന് തന്നെ പറയണമെന്ന് ഒരു ശാഠ്യം തോന്നിയത് എന്തുകൊണ്ടാണ്? ഇതൊരു നോവലായിട്ട് ആക്കാം, ചെറുകഥയാക്കാം, നല്ലൊരു ചെറുകഥയെന്ന് പറഞ്ഞാൽ അല്പം നീണ്ട കഥ ആയിട്ട് എഴുതിയാലും നല്ല കാവ്യഭംഗിയുള്ള കഥ എന്ന് മാത്രം നമുക്ക് പറയാം. അപ്പോഴും അതൊരു കഥയായിട്ട് നമുക്ക് അംഗീകരിക്കാമല്ലോ. അതുകൊണ്ട് ഇത് കവിതയാകണമെന്ന് തന്നെ അങ്ങനെ ഒരു പ്രത്യേക ഒരു നിർബന്ധം തോന്നാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. രണ്ടാമത്, ഞാനിതിൻ്റെ ടൈറ്റിലിന് എൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ ഇടുകയാണ്, ഇത് നടക്കാനിറങ്ങിയ കവിക്ക് തോന്നിയ കവിത. അതാണ് ഞങ്ങൾ ഇന്ന് വായിച്ച് അനുഭവിച്ച് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് ഇടയായത്. പിന്നെ ഇന്ന് നമ്മൾ കേരളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെ വളരെ ചെറിയ അംശം മാത്രമേ നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിൽ കാണത്തുള്ളൂ. നമുക്കിതൊക്കെ കൂടുതൽ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ സാധിച്ചത് നമ്മളെല്ലാം ഏതാണ്ട് 55, 60, 70, 80 വയസ്സുകളിലേക്കൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ നാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന
രംഗങ്ങൾ അതിനകത്ത് ഒരുപാടുള്ളത് കൊണ്ട് നമുക്കിത് കൂടുതൽ ആസ്വദിക്കാൻ സാധിക്കും. അദ്ദേഹം ഇത് മുഴുവനായിട്ട് അദ്ദേഹം കണ്ടിട്ടുള്ളതാകണമെന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവന ചിറക് വിടർത്തി വലിയ ഒരു ക്യാൻവാസിലേക്ക് നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തെ പകർത്തുകയാണ് ചെയ്തത്. അത് വലിയ ഒരു ആർട്ട് വർക്കാണ് നാം അവിടെ കാണുന്നത്. ഈ കവിത എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ എത്ര വായിച്ചിട്ടും എനിക്കതൊരു കവിതയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സങ്കേതത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഒരു പരാതി ഉള്ളത്. ഇത് തീർച്ചയായിട്ടും നമ്മളെ കൂടുതൽ പഴയ ആൾക്കാരെ കൂടുതൽ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ നൊസ്റ്റാൾജിയയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് കൊണ്ട് വളരെയധികം നമുക്ക് സന്തോഷവും ഓർമ്മകളും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ എൻ്റെ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അറിയേണ്ട, അതായത് എൻ്റെ എഴുത്തിനെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ധാരണയെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ ഒരു രചനയിൽ കൂടെ. അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അറിയണമെന്നുള്ള ആഗ്രഹം തോന്നുന്നത്. നമ്മൾ ഈ വലിയ ക്ലാസിക്കുകൾ വായിച്ച് അതിൽ നിന്ന് സ്വാംശീകരിച്ചിട്ട് നാം കവിത എഴുതുന്നതാണോ, അതോ നാം സ്വതന്ത്രമായിട്ടും ഒരു കവിത എഴുതിയതിന് ശേഷം അത് ചില ക്ലാസിക്കുകളുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നല്ലോ എന്ന് വായനക്കാർക്ക് തോന്നുന്നതാണോ മെച്ചം എന്ന് എനിക്ക് ഒരു കൺഫ്യൂഷനുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞു തരുമെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഗംഭീരമായ ഒരു കൃതിയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് തരത്തിൽ സംസാരിക്കാനും പറയാനും പഠിക്കാനും മറ്റുള്ളവരോട് പറയാനുമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൃഷ്ടി ഇതിൽ നമുക്ക് നിഴലിച്ച് കാണാം. അത് വളരെ പഠനാർഹമായ ഒരു രചനാ ശൈലിയാണ്. തീർച്ചയായിട്ടും അംഗീകാരം അർഹിക്കുന്ന ഈ രചന അദ്ദേഹം നമ്മുടെ മലയാളം സൊസൈറ്റിയിൽ അവതരിപ്പിച്ച് നല്ലൊരു രുചി ഞങ്ങൾക്ക് പകർന്നു തന്ന ഈ സാഹിത്യ മീറ്റിങ്ങിൽ അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി ശ്രീമാൻ TN സാമുവൽ, നന്ദി. അടുത്തത് നമ്മൾ വീണ്ടും ഹ്യൂസ്റ്റൺ ടെക്സസിലേക്ക് മടങ്ങി വരികയാണ്. വീണ്ടും എനിക്ക് തോന്നുന്നത് അദ്ദേഹം കോട്ടയം കുമരകം സ്വദേശിയാണെന്ന് തോന്നുന്നു. ശ്രീമാൻ ജോസഫ് തച്ചാറ. ഹലോ, കേൾക്കാമല്ലോ? കേൾക്കാം. ഇത് കവി കരുതുന്നത് പോലെ തന്നെ ഇതൊരു നോവലല്ല, കഥയല്ല, കവിതയുമല്ല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഇത് ഇപ്പം കല്ലട സാർ പറഞ്ഞ പോലെ ഒരു കാവ്യം എന്ന് വേണം പറയാമായിരിക്കും. അതായിരിക്കും അതിന് ശരിയായ ഒരു പ്രയോഗം. ഇത് ഒരു കുമരകത്തുകാരൻ എഴുതുന്ന പോലെയൊക്കെ ഉണ്ട്. കാര്യം ഈ പറയുന്ന കുമരകത്തെ ഈ തൊണ്ട് തല്ലി കൊണ്ടുപോകുന്നതും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പരാമർശിക്കുന്നു. ഏതായാലും കൊള്ളാം. ഇത് നമ്മുടെ ജീവിതത്തെ പണ്ടുണ്ടായിരുന്ന ആളുകളുടെ ജീവിതം ചിത്രീകരിക്കുമ്പോഴത്തേക്ക് മരിച്ചവർ തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന ഒരു ലോകമല്ല ഇതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പം കവി പറയുന്നത് പോലെ ഈ ഒരു മരിച്ചവരുടെ ഒരു ലോകം തന്നെയാണ് ഇതിനകത്ത് വരുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാര്യം പറഞ്ഞാൽ നമ്മളുടെ ജീവിച്ചിരിക്കുന്ന ഓർമ്മകളിൽ കൂടെയാണെങ്കിലും അത് മരിച്ചവർ തന്നെയാണ്. ഇപ്പം ഈ ഉലയില് ഇരുമ്പ് അരിവാളുണ്ടാക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. തൊണ്ട് തല്ലുന്നൊക്കെ ഇപ്പം കാണുമായിരിക്കും കുറെയെങ്കിലുമൊക്കെ. ഏതായാലും നല്ല ഒരു അറ്റംപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് വലിയൊരു നോവ്
ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ആ നോവ് ഈ പുസ്തകം വായിച്ചത് കഴിഞ്ഞിട്ട് പിന്നെ ചിത്രീകരിച്ചിരിക്കുന്ന കുറേ ഭാഗങ്ങൾ അനാവശ്യമായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം കവിതയുടെ ആ ലിപികൾ കണ്ടെത്തിയ കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു മാറ്റം വരും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ ഒരു മാറ്റം എത്തിയോ, വന്നോ അറിയില്ല. അതൊരു പ്രശ്നമുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതിൽ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പാറപ്പുറത്ത് കിടക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം ആ പാറ കിടക്കാൻ കൊള്ളുവരാത്തതാണേലും ഈ കവിയെ സംബന്ധിച്ചോളം കിടക്കാവുന്നത് തന്നെയാണ്. കാരണം അതാണല്ലോ കവിയുടെ ഭാവന. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അവിടെ പിന്നെ വിവേകാനന്ദ പാറയിൽ പോയി കിടന്നോട്ടെ. അതിൽ വളരെ നല്ല അറ്റംപ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്ദി. താങ്ക് യു ജോസഫ് തച്ചാറ. അടുത്തത് ഞാൻ ജോർജ് പുത്തൻകുരിശിലേക്ക് പോവുകയാണ്. നാട്ടിലെ പുത്തൻകുരിശ് അല്ല കേട്ടോ, ഹ്യൂസ്റ്റണിലെ ജോർജ് പുത്തൻകുരിശിലേക്ക് പോവുകയാണ്. താങ്ക് യു സർ. നാട്ടിലെ പുത്തൻകുരിശുകാരനാണ് ഞാൻ. ആദ്യമായി തത്വമസി അവാർഡിന് അർഹനായ ശ്രീ തമ്പിമഠത്തെ ഒരിക്കൽ കൂടി അനുമോദിക്കുന്നു. അദ്ദേഹത്തിന് ആ അവാർഡ് കിട്ടിയതിന് കാരണം നടക്കാനിറങ്ങിയ കവിതയാണ്. ഈ കവിത അദ്ദേഹം ആദ്യമേ പറഞ്ഞു, കവിതയായിട്ട് തോന്നുന്നവർക്ക് കവിത എന്ന രീതിയിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഗദ്യ കവിതയെന്നോ കഥയെന്നോ എന്ത് വേണേലും ആകാം. ഏതായാലും ഞാൻ ഈ കവിതയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇതിനോട് അനുയോജ്യമായി തോന്നിയ ഒരു നിർവചനം വേർഡ്സ്വർത്തിൻ്റെയാണ്. പോയട്രി ഈസ് ദ സ്പോണ്ടേനിയസ് overflow of powerful feelings. It takes its origin from emotion recollected in tranquility. കവിത എന്ന് പറയുന്നത് ഊർജിതമായ വൈകാരിക അനുഭവങ്ങളുടെ ഒരു തുളുമ്പലാണ്. അതിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് പ്രശാന്തതയിൽ ഓർമ്മിച്ചെടുക്കുന്ന വൈകാരിക അനുഭവങ്ങളാണ്. കവിതയുടെ ശീർഷകം തന്നെ ഇവിടെ രാജു തോമസ് രേഖപ്പെടുത്തിയ പോലെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കവിത ഒന്ന് നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കവിതയ്ക്ക് എന്തൊക്കെ കാണാം, എന്തെല്ലാം നമ്മളുടെ ചുറ്റുപാടും കാണുന്നതിൽ നിന്നെല്ലാം കവിത സൃഷ്ടിക്കും. അതിൻ്റെ ഒരു പരമ്പര തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ കവിതയ്ക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കവി പ്രശാന്തതയിൽ ഓർമ്മിച്ചെടുത്ത വൈകാരിക അനുഭവങ്ങളെയാണ് കോറിയിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെ ആ വൈകാരികതയുമായി കൂട്ടിക്കലർത്തിയപ്പോൾ അതിൽ നിന്ന് ഇമോഷൻ റിക്കളക്റ്റഡ്, അതിനെയാണ് ഇവിടെ അദ്ദേഹം കോറിയിട്ടിരിക്കുന്നത്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഓരോരുത്തർക്ക് ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കാം. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഓർമ്മയിലേക്ക് ഇദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ കാളവണ്ടി മലഞ്ചരക്കുമായിട്ട് ഈ മൂവാറ്റുപുഴ, വാളകം, AC ജോർജിനറിയാം, ആ സ്ഥലങ്ങളിൽ നിന്ന് തൃപ്പൂണിത്തുറ, എറണാകുളത്തിനടുത്തുള്ള തൃപ്പൂണിത്തുറയിലേക്ക്, അത് ഇവിടുത്തെ വലിയൊരു മാർക്കറ്റാണ്, ആ മാർക്കറ്റിലേക്ക് സാധനങ്ങളുമായിട്ട് പോകും. തിരികെ വരുമ്പോൾ അതിനകത്ത് ഈ ഒരു പാതിരാത്രി ആകുമ്പോഴാണ് ഇവർ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ രാത്രി കിടക്കുമ്പോൾ ചിലർ നല്ല ഒന്നാം തരം ക്രിസ്ത്യൻ പാട്ടുകളാണ് പാടുന്നത്. ഈ ക്രിസ്ത്യൻ പാട്ടുകൾ പാടിയാ പോകുന്നത്. ചിലർ ഈ പറയുന്ന പോലെ മദ്യപിച്ച് കൂർക്കം വലിച്ച് വേറെ എന്തൊക്കെയോ പാട്ടുകൾ പാടിയാണ് പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമ്മുടെ ചെവിയിൽ വന്ന് വീഴുന്നത്. പക്ഷേ വളരെ ശാന്തം, രാത്രിയിലാവുന്നുള്ള യാതൊരു ശബ്ദ കോലാഹലങ്ങളും ഇല്ല. അപ്പോൾ ഇതിങ്ങനെ കേട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അന്ന് GPS ഒന്നുമില്ല. ഈ കാളകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവരെയും കൊണ്ട് ഇവന്മാർ ഒന്നില്ലേ ഉറങ്ങുകയായിരിക്കും, പാട്ടുപാടുകയായിരിക്കും. പക്ഷെ ഈ കാളവണ്ടി അവരെയും കൊണ്ട് അവരുടെ വീടുകളിൽ തിരിച്ചെത്തും. അപ്പോൾ ഇതിനകത്ത് കവി രേഖപ്പെടുന്ന അരിക്കലാമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഈ അരിക്കലാമ്പ് എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഹെറിക്കെയിൻ്റെ അന്ന് അതിനെ മലയാളീകരിച്ചതാണ് ഈ അരിക്കലാമ്പ് എന്ന് പറയുന്നത്. ഹെറിക്കെയിൻ ലാമ്പ്, അരിക്കലാമ്പ്. അതിനകത്തൊരു തിരിയുണ്ട്, അതൊരു
കമ്പി കൊണ്ട് കെട്ടിയ ഒരു ചില്ലിനകത്ത് ഈ തിരി കത്തിച്ചിട്ട് ഈ കാളവണ്ടിയുടെ അടിയിൽ അത് തൂക്കിയിടും. അപ്പോൾ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഇത് കെട്ടുപോവുകയില്ല. എനിക്കറിയാം അതൊരു വലിയ കവിതയായതുകൊണ്ട് ഞാൻ ചിലർക്കൊക്കെ നോട്ട് കുറിച്ച് വെച്ചിട്ടുണ്ട് എന്താ പറയേണ്ടത്. ഇതുപോലെ തന്നെ ഈ കാലം ഞാനിപ്പോഴും ഈ അന്ന് കേട്ട ഒരു പാട്ട്, ഒരു ക്രിസ്ത്യൻ സോങ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. മിക്കവാറും ഈ പുള്ളി ആ പാട്ടാണ് പാടുന്നത്. അദ്ദേഹം കള്ളു കുടിച്ചിട്ട് പാടുന്നതാണോ അതോ വേറെ പാട്ടുകൾ അറിയാത്തത് പാടുന്നതാണോ എന്ന് എനിക്കറിഞ്ഞു. നല്ലാദേവനെ ഞങ്ങൾ എല്ലാവരെയും നല്ലോരാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിയിടയണമേ, പച്ചാമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടും നേരം മെച്ചമായ ആഹാരത്തെ നൽകിയിടണമേ, അന്ധകാരമാം ഈ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടണമേ. അതാണ് ഏറ്റവും സ്ട്രൈക്കിങ്. അന്ധകാരം, രാത്രിയുടെ പാതിരാത്രിക്ക് കാളവണ്ടിയെ പോകുന്ന നല്ല ആപ്റ്റ് ആയിട്ടുള്ള ലൈനാണ്. അന്ധകാരമാം ഈ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിയിടണമേ. ഈ ഇന്നത്തെ ഈ ടെസ്ലയ്ക്കൊക്കെ ഈ സെൽഫ് സർവീസ് ഉണ്ട്. അത് ഞാനും ഈ അടുത്തിടയ്ക്ക് ഒരെണ്ണം മേടിച്ചു. അത് സെൽഫ് സർവീസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ ഡ്രൈവേയിൽ കൊണ്ടുവന്ന് അത് പാർക്ക് ചെയ്യും. പക്ഷേ കഴിഞ്ഞ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞോണ്ട് ഇതിന് എൻ്റെ വീടൊഴിച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടിൻ്റെ ഡ്രൈവേയിലായിക്കൊണ്ട്. പക്ഷെ ഇതിനേക്കാളും അപ്പം ഞാൻ ആലോചിച്ചു, ഈ ടെസ്ലയുടെ ഐഡിയ ചിലപ്പം ഈ പഴയ കാലങ്ങളിൽ നിന്ന് ഐഡിയയിൽ നിന്നാണ് ഉരുതിരിഞ്ഞു വന്നിരിക്കുന്നത്. GPS ഒക്കെ കാളയ്ക്കൊക്കെ എങ്ങനെ ഇത്ര നിശ്ചയം ഈ വീടിൻ്റെ പടിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഒരിക്കൽ കൂടി ഇദ്ദേഹത്തിൻ്റെ ആകമാനം, ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്പിമഠം അദ്ദേഹത്തിൻ്റെ വൈകാരിക അനുഭവങ്ങളുടെ ഒരു റിക്കളക്ഷനും കൂടിയാണ്. പലരും പറഞ്ഞതുപോലെ ഒരു കാലഘട്ടത്തെ പ്രതിധ്വനിക്കുന്ന ഒന്നാണ്. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രൻ നായർ പറഞ്ഞ പോലെ അതിന് കാവ്യാത്മകതയുണ്ട്. വാക്കുകളുടെ വിന്യാസം, അതെല്ലാം കൊണ്ടും വളരെ മനോഹരമായി നടത്തിയ ഒരു രചനയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിന് അഭിനന്ദനം അർഹിക്കുന്നു. എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും. താങ്ക് യു ജോർജ് പുത്തൻകുരിശ്. ശശിയെ ഇടയ്ക്ക് കാണാം, ഇപ്പൊ കാണുന്നില്ല. ആദ്യം കുറച്ച് കണ്ടായിരുന്നു. ശശി ഇപ്പോഴും ഉണ്ടോ? കാണുന്നില്ല ഞാൻ കേട്ടോ. ഇല്ല അദ്ദേഹം. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണ്. ഓക്കെ, ഞാൻ ഒരു മോഡറേറ്റർ എന്നുള്ള നിലയിലല്ല, എൻ്റെ ഒരു ജനറൽ ഒരു ഒപ്പീനിയൻ എനിക്കുള്ള സമയം ഞാൻ വിനിയോഗിക്കാൻ തുടങ്ങുകയാണ്. മിക്കവാറും എല്ലാവരും അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായി തന്നെ രേഖപ്പെടുത്തി. വളരെ സന്തോഷം. ശ്രീമാൻ ജോസഫ് നമ്പിമഠം നടക്കാനിറങ്ങിയതിൻ്റെ തൽഫലമായിട്ട് അത് അദ്ദേഹം കുത്തിക്കുറിച്ച് വെച്ചു. ഗദ്യ കവിത രീതിയിൽ തൽഫലമായിട്ട് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചു. അഭിനന്ദനങ്ങൾ തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഏതാണ്ട് ഒരേ രീതിയിലുള്ള ഗ്രാമ അന്തരീക്ഷമാണ് ഗ്രാമം. അപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് മാത്രമല്ല, ഞാൻ തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം അവിടുത്തെ ഗ്രാമീണ അന്തരീക്ഷവും കൂടെ ചങ്ങനാശ്ശേരി ഗ്രാമം അല്ലെങ്കിൽ ആ ചുറ്റുപാടിൽ അദ്ദേഹം എഴുതിയ അത് എൻ്റെ ഗ്രാമമായിട്ട് എനിക്ക് തോന്നി. സത്യത്തിൽ വലിയ വ്യത്യാസം കാണുന്നില്ല. അദ്ദേഹം നടക്കാനിറങ്ങിയത് കവിതയെ കൂട്ടുപിടിച്ചാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂട്ടുപിടിച്ച് കവിത. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ആകട്ടെ. അപ്പൊ നമുക്ക് പലപ്പോഴും നടക്കാനൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങ് നടക്കുന്നു, അത്രമാത്രം. പല വിചാരത്തോടു കൂടി നമ്മൾ നടക്കുന്നു. ചിലര് പ്രാർത്ഥനാ നിർഭരമായിട്ട്, അധികം ഭക്തിയുള്ളവര്
പ്രാർത്ഥന. ഇപ്പൊ ഇവിടെ ഞാനിവിടെ ഈ ഹ്യൂസ്റ്റണിൽ ഇവിടെ എൻ്റെ ചുറ്റുവട്ടത്തിൽ നടക്കാൻ ഇറങ്ങുമ്പോൾ കുറച്ച് പ്രായം ചെന്ന സ്ത്രീകൾ, ക്രിസ്ത്യൻ സ്ത്രീകൾ കൊന്ത എത്തിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലർ ചെറുതായിട്ട് പുക വിട്ടുകൊണ്ട് നടക്കാൻ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ചിലര് മൂളിപ്പാട്ട് പാടി നടക്കാൻ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ശ്രീമാൻ നമ്പി മഠം അദ്ദേഹം നടക്കാൻ ഇറങ്ങിയപ്പോൾ അതുകൊണ്ട് പ്രത്യേക ഗുണമുണ്ടായി. അതായത് നമ്മളെയെല്ലാം നമ്മുടെ പൂർവകാല ഗ്രാമീണ ചുറ്റുപാടിലേക്ക്, ഓർമ്മകളിലേക്ക് അദ്ദേഹം നമ്മളെ കൈപിടിച്ച് ആനയിച്ചു. ഞാൻ നാട് വിട്ടിട്ട് ഒത്തിരി കൊല്ലമായി. നിങ്ങളുടെ ഒക്കെ മാതിരി തന്നെ ഞാൻ 65 നാട് വിട്ടതാണ്. അത് 10 കൊല്ലം ബാംഗ്ലൂർ ഭാഗത്ത് പോയി. അതിനുശേഷം 1975 ന്യൂയോർക്കിൽ വന്നിറങ്ങി. അപ്പോൾ അതിനുശേഷം നാടുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് വല്ലപ്പോഴും 2 കൊല്ലം കൂടുമ്പോഴൊക്കെ നാട്ടിൽ പോകുന്നതാണ്, അത് മാത്രം. എന്നാലും നാട് ആകെ മാറിപ്പോയി. ഇപ്പോൾ നമ്പിമഠം പറഞ്ഞ മാതിരിയുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷം അവിടെയൊന്നും ഇല്ല. കേരളത്തിലെ ഗ്രാമങ്ങളെല്ലാം മിനി പട്ടണങ്ങളായിട്ട് മാറി. ഗ്രാമവും പട്ടണവും ഏതാണ്ട് ഒരേ മാതിരിയൊക്കെ തന്നെയാണ്. നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആ കവിത, ഞാൻ വളർന്ന ചുറ്റുപാട്, എൻ്റെ പൂർവകാല സ്മരണകളിലേക്ക് എനിക്ക് ഊഴിയിടാൻ സഹായിച്ചു. അതിന് അദ്ദേഹത്തിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പല അവസരത്തിലും നമ്മൾ മറവിയുടെ മാറാപ്പ് കെട്ടഴിക്കാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ കവിതയിലൂടെ നമ്മുടെ എല്ലാം മറവിയുടെ മാറാപ്പുകൾ കെട്ടഴിച്ച് നമ്മളെ ഉത്ബുദ്ധരാക്കി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ജോർജ് പുത്തൻകുരിശ് സൂചിപ്പിച്ച മാതിരി തന്നെ മൂവാറ്റുപുഴ പൈങ്ങോട്ടൂർ ഗ്രാമത്തിൽ നിന്ന് കാളവണ്ടിയിൽ നിന്ന് എൻ്റെ ഒരു ചുറ്റപ്പൻ പോകുന്നത് ഇതേ മാതിരിയായിരുന്നു. അന്നത്തെ മുഖ്യമായ വാഹനം മൂവാറ്റുപുഴയിൽ നിന്ന് മലഞ്ചരക്ക് വിൽക്കാനും അതേമാതിരി എന്തെങ്കിലും ചരക്കുകൾ പൈങ്ങോട്ടൂരേക്ക് കൊണ്ടുവരുവാനും കാളവണ്ടിയിലാണ് പോകുന്നത്. കണ്ടനിടവഴി, ടാറിടാത്ത റോഡുകൾ, കാളകൾക്ക് വഴി അറിയാം. തീർച്ചയായിട്ടും മനുഷ്യരെ അന്നത്തെ GPS ആണ് കാളകൾ. സത്യത്തില് ഒരു റാന്തൽ വിളക്ക്, ജോർജ് പുത്തൻകുരിശ് പറഞ്ഞ മാതിരി റാന്തൽ അടിയിൽ കെട്ടിയിരിക്കും. അവിടെ ഇരുന്ന് മൂളിപ്പാട്ടോ എന്തെങ്കിലുമൊക്കെ പാട്ടുപാടി അങ്ങ് പോവുകയാണ് കാളവണ്ടി. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് ചെന്ന് മലഞ്ചരക്ക് ഇറക്കി വിൽക്കും. അതിനുശേഷം മടക്കയാത്രയിൽ ഏത്തക്കൊലകളും അതും ഇതുമൊക്കെ കയറ്റി യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വഴി ഈ കവി നമ്പിമഠം അത് വളരെ യാഥാർത്ഥ്യമായി ഒപ്പിയെടുത്തിരിക്കുകയാണ്. ജീവിതഗന്ധിയായിട്ട് തന്നെ അദ്ദേഹം ഒപ്പിയെടുത്തിരിക്കുകയാണ്. അദ്ദേഹം നടക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം തന്നെയാണ് ഈ കവിത എഴുതിയത്. അല്ലാതെ കവിതയോടൊപ്പം കവിത എന്നൊരു വ്യക്തിയായിട്ട് ഞാൻ സങ്കല്പിക്കുന്നില്ല. കവിത നമ്പിമഠം തന്നെയാണ്. അപ്പോൾ അദ്ദേഹം ഈ കണ്ടനിടവഴിയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ വഴിയോര കാഴ്ചകൾ അതങ്ങനെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. വഴിയോര കാഴ്ചകളിൽ മീൻ വിൽക്കാൻ നിൽക്കുന്ന നാരായണി, പേര് ഒരുപക്ഷെ നാരായണി അല്ലായിരിക്കാം. അതേമാതിരി ബീഡി തെറുക്കാൻ കുത്തിയിരിക്കുന്ന മനുഷ്യർ. ഇന്ന് ബീഡി തെറുപ്പൊന്നുമില്ല, ഇന്ന് സിഗരറ്റ് തെറുപ്പുമില്ല, ബീഡി തെറുപ്പുമില്ല. മുറുക്കാങ്കട, ആൾക്കാരുടെ രാഷ്ട്രീയം പറച്ചിൽ, അവിടെ ഇവിടെയൊക്കെ കുത്തിയിരുന്ന് രാഷ്ട്രീയം പറച്ചിൽ, അല്ലെങ്കിൽ മനുഷ്യരെ പറ്റിയുള്ള അപഖ്യാതി പറച്ചിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങേലെ തെയ്യാമ്മ, ഇങ്ങേലെ മറിയാമ്മ, ഭിത്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നുള്ള സംഭാഷണങ്ങൾ, ആ രീതികളെല്ലാം ഇദ്ദേഹം പേര് മാത്രം വ്യത്യാസപ്പെടുത്താം എന്ന് മാത്രം. അതെല്ലാം അദ്ദേഹം വളരെ യഥാർത്ഥബോധത്തോടെ ചിത്രീകരിച്ചിട്ടുണ്ട്. മറ്റ് നാട്ടിൽ നടക്കുന്ന അനീതികൾ, അക്രമങ്ങൾ എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. കച്ചവടങ്ങൾ, അന്നത്തെ രീതിയിലുള്ള കച്ചവടങ്ങൾ, അന്നത്തെ രീതിയിലുള്ള വ്യവഹാരങ്ങൾ, കൊല്ലൻ്റെ ആല, അന്നത്തെ ആൾക്കാരെ പരസ്പരം വിളിക്കുന്നത് എടാ പോടാ അല്ലെങ്കിൽ ജാതി പേര് വിളിക്കുന്നത്. ഇന്ന് അതൊന്നും പാടില്ല. ഇന്ന് അതെല്ലാം
കുറ്റകരമാണ് ജാതിപ്പേര് വിളിക്കുക. അന്ന് ജാതിപ്പേരാ, എടാ ചൊവ്വ ഇങ്ങോട്ട് വാടാ, കുത്തിയിരിക്കടാ അവിടെ, നിനക്ക് ചോറ് കുഴിയിലാണ് തരാൻ പോകുന്നത്. ഒരു കുഴി കുഴിച്ചിട്ട് അതിനകത്തേക്ക് ഇലയിട്ട് ചാപ്പാട് കൊടുക്കുക, കഞ്ഞി കൊടുക്കുക. അപ്പം അങ്ങനെയുള്ള പഴമ ആ രീതികൾ അതെല്ലാം മാറ്റി മറിച്ചു. എങ്ങനെയാണെങ്കിലും ഇന്ന് പോസിറ്റീവായ ചില മാറ്റങ്ങളുമുണ്ട്, നെഗറ്റീവായ ചില മാറ്റങ്ങളും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ ഇതേമാതിരിയുള്ള കവിതകൾ എഴുതുമ്പോൾ നമ്മളെ പഴമക്കാർ ചെയ്തിരുന്നത് ശരിയോ തെറ്റോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കൂടെ സാധിക്കും. തീർച്ചയായിട്ടും വിലയിരുത്താൻ സാധിക്കും, കമ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള ഒക്കെ ഒരു അവസരമാണ് നമുക്ക് തന്നത്. നമുക്കറിയാം നമ്മുടെ ഈ നൂറ്റാണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടം കഴിയുമ്പോൾ ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക്, വരും തലമുറയ്ക്ക് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവർ അതിശയിക്കും. തീർച്ചയായിട്ടും കോണകം കെട്ടി ആറ്റിൽ എടുത്തിയാടുന്നത്, മീൻ പിടിക്കുന്നത്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. കൊച്ചു കോണകം കെട്ടി ചെയ്യുന്നത്, മുളക്കച്ച കെട്ടി സ്ത്രീജനങ്ങൾ പോകുന്നത്, അതോടൊപ്പം ഈ ഗർഭം എടുക്കുവാൻ വേണമെന്ന് ഡോക്ടർമാരും നഴ്സസും ഒന്നുമില്ല. നമുക്കറിയാം അമേരിക്കയിലൊക്കെ ഡോക്ടർമാരും നഴ്സസും ഒക്കെ ധാരാളം കുടിയേറിയിട്ടുണ്ട്. അന്നത്തെ ഡോക്ടർമാരൊന്നുമില്ല. പെറ്റുനോവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കെട്ടുംകടയായിട്ട് നമ്മളെ ഈ പറയുന്ന പ്രസവം എടുക്കാനായിട്ട് നാടിച്ചടത്തിയോ ആരെങ്കിലും വരികയായി, അവർ മിക്കവാറും ഒക്കെ 100% അവർ വളരെ കറക്റ്റായിട്ട് അത് നിർവഹിച്ചിരുന്നു. ഞാനും ഒക്കെ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ 80 വയസ്സായി. എൻ്റെ അവിടെ അമ്മയും ആൾക്കാരും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് അവിടെ ഞങ്ങളുടെ പൈങ്ങോട്ടൂർ ഡോക്ടർമാരില്ല, ഹോസ്പിറ്റലില്ല, ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെന്നാൽ എന്തെങ്കിലും ഒരു വാട്ടവെള്ളം ഊറ്റി കുടിക്കും. സർവ്വരോഗ സംഹാരിയാണ്. ഏത് രോഗത്തിനും ആ വാട്ടവെള്ളം കുടിച്ചാൽ മതി. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കുന്നു. ആ രീതിയിലായിരുന്നു. അപ്പോൾ ഞാനൊക്കെ പിറന്ന് വീണത് അവിടെയുള്ള വയറ്റാട്ടികളുടെ കയ്യിലാണ്. വയറ്റാട്ടി എന്നൊരു പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പഴമ, അതേമാതിരിയുള്ള പഴയ ക്ഷേത്രങ്ങൾ, പഴയ പള്ളികൾ, അവിടുത്തെ പ്രദക്ഷിണങ്ങൾ, അവിടെയുള്ള ഇതെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു. ഇന്നും ഈ കൊല്ലൻ്റെ ആല, എനിക്കറിയാം, ഞാൻ ഗ്രാമവാസി ആയിരുന്നല്ലോ. ഞാൻ എൻ്റെ വാക്കത്തി കാച്ചിക്കാനൊക്കെ പോകുന്ന എനിക്ക് ഓർമ്മയുണ്ട്. വാക്കത്തി അരുവ വീഴുന്ന കയറി ചക്കയിടാൻ വേണ്ടി അരുവ ഇങ്ങനെ കാച്ചിക്കുക, ചൂടാക്കുക, അങ്ങനെയൊക്കെ പല ആനിക്കവള കാര്യത്തിൻ്റെ ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കോണാൻ കെട്ടിക്കൊണ്ടായിരിക്കും പോകുന്ന കോണകം നമ്മുടെ ഇത് മരച്ചില്ലയിൽ ഉടക്കിപ്പോയി. ഒരിക്കൽ എൻ്റെ കോണകം മരച്ചില്ലയിൽ ഉടക്കിപ്പോയി. ഞാൻ നഗ്നനായിട്ട് ആകപ്പാട് ആൾക്കാരെല്ലാം കൈകൊട്ടി ചിരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇന്നും ഓർക്കുകയാണ്. വേറെ ഒരു സുഹൃത്തിന് ഒരു പെറ്റുപറ്റി. ഞങ്ങൾ ആനിക്കാവിള പറിക്കാനായിട്ട് ആഞ്ഞിലി മരത്തിൽ കയറി. അദ്ദേഹത്തിന് ആ അവസരത്തിലാണ് ഈ നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പം നാടനാണല്ലോ ഇതെല്ലാം, കൂറമുട്ടി പുള്ളിക്ക്. പുള്ളി എന്ത് ചെയ്തു? ആനിക്ക മരത്തിന്റെ മേലെ നിന്ന് പുള്ളി അവിടെ നിന്ന് കാഷ്ടിച്ചു, തൂറിയിട്ടു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ താഴെ നിന്ന ചിലരുടെ എല്ലാം ദേഹത്ത് അത് ആ വിസർജ്യം വീഴാനിടയായി. ഇതെല്ലാം പഴയ ഓർമ്മകളാണ്. അപ്പോൾ ഞാനിച്ചിരി പൊലിപ്പിച്ചു എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ളതെല്ലാം ഇത് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് ഞാനിവിടെ വായിച്ചു, വളരെ ആകാംക്ഷയോടെ വായിച്ചു. അപ്പോൾ ആ പഴമ അദ്ദേഹം അങ്ങേയറ്റം, ഇതെല്ലാം ഒന്നും പറയാൻ നേരമില്ല, അങ്ങേയറ്റം ഉള്ളിലേക്ക് കയറി കെട്ടഴിച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിൽ ഈ ഗദ്യ കവിത, ഞാനിതിനെ ഗദ്യ കവിത എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അദ്ദേഹം പ്രത്യേകിച്ച് ഇത് നോവലാണെന്ന് പറഞ്ഞിട്ടില്ല, കവിതയാണെന്ന് ഏതോ ഒരു സൂചനയുണ്ട്. കാരണം അതിൻ്റെ ടൈറ്റിൽ തന്നെ നടക്കാൻ ഇറങ്ങിയ കവിത എന്നാണല്ലോ അത്. ഓക്കെ, അപ്പോൾ കവിത ആണുമാകാം പെണ്ണുമാകാം. ഒരുപക്ഷെ ഈ എഴുതുന്ന കവിതയല്ല. ഇപ്പം ചിലപ്പോഴൊക്കെ എടി കവിതയെ നീ വന്നേ. ഇപ്പൊ കവിത, എൻ്റെ അടുത്ത വീട്ടിലൊരു പെൺകുട്ടിയുടെ പേരായിരുന്നു കവിത. അപ്പോൾ കവിത എന്ന് വിളിക്കുമ്പോൾ പെൺകുട്ടി, ഞാൻ കവിത വായിക്കാൻ പോവുകയാണ് ഒരിക്കൽ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ദേഷ്യം, ഉടനെ കവിത വായിക്കുന്നു, എന്നെ നാണം കെടുത്തുന്നു.
ഞാൻ നിന്നെയല്ല, ഞാനിവിടെ എഴുതി വെച്ച ഒരു കവിത വായിക്കുക എന്നേരാ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകും. ഏതാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന പുരാവസ്തു ഗവേഷണം, പുരാണ ജീവിതങ്ങൾ, അവിടുത്തെ ചുറ്റുപാടുകൾ എല്ലാം ഒന്നുകൂടെ നമ്മളെ സെല്ലുലോയിഡിലേക്ക് എന്ന പോലെ കൊണ്ടുവരാൻ ശ്രീ നമ്പി മഠത്തിൻ്റെ നടക്കാനിറങ്ങിയ കവിത സഹായിച്ചു എന്ന് വേണം പറയാനായിട്ട്. മൂവാറ്റുപുഴയൊക്കെ ഞാൻ ഓർക്കുകയാണ്. അന്ന് അവിടെ പാലമൊക്കെ ഒടിഞ്ഞു പറഞ്ഞ് പഴയ ബ്രിട്ടീഷുകാരുടെ പാലമാട്ടോ, ഇപ്പോഴും അത് സ്ട്രോങ് ആണ്, അത് സമ്മതിക്കണം. ബ്രിട്ടീഷുകാർ പണിത സ്ട്രോങ് ആണ്. പക്ഷെ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ വേറെ കൊച്ചു പാലങ്ങൾ. ഞാൻ എൻ്റെ നാട്ടിൽ നടക്കാൻ തുടങ്ങിയ കഥയൊന്നും ഈ കൂട്ടത്തിൻ്റെ കുരുട്ടി ചേർക്കുകയാണെന്ന് മാത്രം. അപ്പോൾ അന്ന് മൂവാറ്റുപുഴയാണ് മലനാടിൻ്റെ കവാടം എന്ന് പറയുന്നത്. അതിനുശേഷം അതിലും വലിയ സിറ്റിയായിട്ട് തൊടുപുഴ ഉയർന്നു, പിന്നെ കോതമംഗലം. അപ്പോൾ ഈ 3 സിറ്റികളാണ് തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം. അപ്പോൾ ഈ മൂവാറ്റുപുഴ എന്ന് പറയുന്നത് 3 ആറുകൾ മൂവാറ്റുപുഴ ചേരുന്നിടം മൂവാറ്റുപുഴയായിട്ട് പരിണമിച്ചപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണെങ്കിലും ചങ്ങനാശ്ശേരിയിൽ നിന്ന് അദ്ദേഹം നടന്ന് അങ്ങ് മൂവാറ്റുപുഴ, തൊടുപുഴ, കേരളം മുഴുവൻ നടന്ന ഒരു പ്രതീതി. കേരള ഗ്രാമം മുഴുവൻ അദ്ദേഹം കവർ ചെയ്ത, ആ പഴമ എല്ലാം കവർ ചെയ്ത ഒരു പ്രതീതി. ഏതാണെങ്കിലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എല്ലാവരും പറഞ്ഞു. ഞാനും വളരെ ഈ കവിതയെ അങ്ങേയറ്റം എൻ്റെ ചെറിയ എളിയ അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ജോർജ് പുത്തൻകുരിശ് സാറിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുക. അല്ല, ഐ എം സോറി, ജോസഫ് നമ്പിമഠം. അദ്ദേഹത്തിന് 1-1.5 മിനിറ്റ് ഇഷ്ടംമാതിരി എടുക്കാം, സമ്മറൈസ് ചെയ്യാം. അതിനുശേഷം GP സാറിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. ജോസഫ്, ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഒരു സെന്റൻസ് പ്ലീസ്. നമ്പിമഠം സാറിനോട്. അദ്ദേഹം ഇതിന്റെ ആ കവർ പേജിനെ കുറിച്ച് കുറച്ച് സംസാരിച്ചു. പല പ്രാവശ്യം എഡിറ്റ് ചെയ്താണത് അത് കണ്ടെത്തിയെന്ന് പറഞ്ഞു. അതിനകത്ത് എൻ്റെ ഒരു കൺസേൺ, നമ്മൾ ആ കാളവണ്ടി നമ്മൾ പോകുമ്പോൾ അതിൽ പറയുന്നുണ്ട് കർഷക സമൃദ്ധമായ നമ്മുടെ വിഭവങ്ങളെല്ലാം സമാഹരിച്ച് മാർക്കറ്റിലേക്ക് പോകുന്നു, മടങ്ങി വരുമ്പോൾ അവിടുത്തെ ഉള്ള പീഡിയയ്ക്ക് ആവശ്യമുള്ള വസ്തുവകകൾ തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളത്. പക്ഷെ അതിനകത്ത് നമ്മുടെ ആ ചിത്രത്തില് ഒരു empty ആയ ഒരു കാളവണ്ടിയാണ് കാണിച്ചിരിക്കുന്നത്. അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അതിനകത്തൊന്നുമില്ല. ഇപ്പൊ കാളവണ്ടിയെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ വളരെ ഭംഗിയായിട്ട് കവിതയിൽ വരുന്നു. പക്ഷെ പുറം ചട്ടയില് ഒരു empty കാളവണ്ടി. അതൊന്ന് എൻ്റെ ഒരു കൺസേൺ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി എന്ന് മാത്രം. സന്തോഷം. വെരി ഗുഡ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അടുത്ത പതിപ്പിലെങ്കിലും അത് പരിഷ്കരിച്ച് empty അല്ലാതെ അത് ഫുൾ കാളവണ്ടിയായിട്ട് ചിത്രീകരിക്കും. അദ്ദേഹത്തിന് മനസ്സിലാക്കണം തോന്നി. തിരിച്ചു വരുമ്പോൾ empty ആകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലല്ല, കവിതയിൽ അങ്ങനെയല്ല പറയുന്നത്. ഗ്രാമത്തിലേക്ക് വേറെ പലചരക്ക് കയറ്റി വരണ്ടേ, മുളക് അത് ഇത് ഉള്ളി എല്ലാം കയറ്റി വരണ്ടേ. അതെ, അദ്ദേഹത്തിന്റെ ഒരു ഇത് പറയട്ടെ, കേൾക്കാം. അത് ചിലപ്പോ അദ്ദേഹം ലൈഫിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാം കൂടെ കയറ്റിക്കൊണ്ട് പോവുക, തിരിച്ചു വരിക. പക്ഷെ അതിനകത്തൊന്നും അർത്ഥമില്ലെന്നുള്ള ഒരു മീനിങ് ആണോ എടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുമ്പോ വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്തെങ്കിലുമൊക്കെ പറയാൻ? അതിനുശേഷം ചെറിയ നിസ്സാര എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതിനുശേഷം അദ്ദേഹമാണ് ഫൈനൽ അതോറിറ്റി എന്ന് പറയാറുണ്ട്. ഒക്കെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ആ, ഇവിടെ ചർച്ച ചെയ്ത സത്യം പറഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ടായി ഇത് ചർച്ച ചെയ്തെടുത്തതിൽ. ഈ കവിത, ഈ ഒരു ഇൻഡിവിജ്വൽ കവിത, അതായത് പുസ്തകം ഞാൻ പറഞ്ഞല്ലോ നടക്കാനിറങ്ങിയ കവിത എന്ന സമാഹാരത്തെ പറ്റിയല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ കവിത ഇത്രമാത്രം വിശദമായി ഇന്ന് വരെ മറ്റൊരിടത്തും ചർച്ച ചെയ്തിട്ടില്ല. അത് പ്രഗത്ഭരായ സാഹിത്യം അറിയാവുന്ന, അധികം പേരില്ലെങ്കിലും വളരെ പ്രഗത്ഭരായ പലരും പങ്കെടുക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇവിടെ സാധാരണ എത്ര നല്ല കവിത എഴുതിയാലും പലരും ശ്രദ്ധിക്കുക പോലും ഇല്ല, വായിക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ 41 വർഷമായി അമേരിക്ക വന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ അതിനെത്ര വളരെ വിപരീതമായി സുരേന്ദ്രനാഥും
പിന്നെ നമ്മുടെ രാജുവും പിന്നെ കല്ലട സാറും ഇങ്ങനെ ഇവിടെ പങ്കെടുത്ത എല്ലാവരും കവിതയെ മനസ്സിലാക്കി വിലയിരുത്തിയതിൽ ആദ്യമായി വളരെയേറെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി ആ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഈ കവിതയെപ്പറ്റി ചോദിച്ച കാര്യങ്ങൾക്ക് ഒരു പൊതുവെ ഉള്ള ആരെഴുതിയതാണെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ആ ഒരു കോട്ട് വായിക്കാം. If you want to get into poetry, first of all, you have to get out of poetry. And to get out of poetry, we have to get into history. ഒന്നുകൂടി വായിക്കാം. If you want to get into poetry, first of all, you have to get out of poetry. And to get out of poetry, we have to get into history. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ കവിതയിലേക്ക് കടക്കണമെങ്കിൽ കവിതയ്ക്ക് പുറത്തേക്ക് കടക്കുക, കവിതയ്ക്ക് പുറത്തേക്ക് കടക്കണമെങ്കിൽ ചരിത്രത്തിലേക്ക് കടക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഈ കവിതയെപ്പറ്റി രചനയെപ്പറ്റിയും ഏറ്റവും ചുരുക്കി പറയാവുന്ന ഒരു നിർവചനമാണ്. അത് ആരെഴുതുകയെന്നറിയില്ല, എവിടെ നിന്ന് കിട്ടിയതാണെന്ന് അറിയത്തില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഒരിക്കൽ കുറിച്ചിട്ടിരുന്ന വാക്കുകളാണിത്. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ കവിത മനസ്സിലാക്കണമെങ്കിൽ കവിത എന്ന സങ്കല്പത്തിൽ നിന്ന് തന്നെ ആദ്യം പുറത്ത് കടക്കണം. കവിതയുടെ പുറത്തേക്ക് കടക്കണമെങ്കിൽ ചരിത്രത്തിലേക്ക് കടക്കണം. അതായത് ഈ ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഇതൊരു അതിൻ്റെ ഡിസ്ക്ലൈമറായിട്ട് അവസാനം പറയുന്നുണ്ട്, പിന്നെ ഈ കവിത സാങ്കല്പികമാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു ഡിസ്ക്ലൈമറാണ്. കാരണം നാളെ ഈ ജീവിച്ചിരുന്നവരുടെ ആൾക്കാർ വല്ലതും കേസും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനം പറയേണ്ടി വരും. പക്ഷെ ഒരു കാര്യം നിസ്സംശയം പറയാവുന്നത്, ഇതിലെ ഒറ്റ കഥാപാത്രങ്ങൾ പോലും സാങ്കല്പികമല്ല. എൻ്റെ ജീവിതത്തിൽ നാടൻപുറത്ത് കണ്ടിട്ടുള്ള വ്യക്തികൾ മാത്രമാണ്. അത് ഉദാഹരണമായിട്ട് പറയാം, എൻ്റെ വല്യമ്മയുടെയും പേര് പോലും അപ്പൻ്റെ പേരും പറയുന്നുണ്ട്. അധ്യാപകനായിട്ടിരുന്ന സ്കൂളിലെ കാര്യം പറയുന്നുണ്ട്. വല്യപ്പന് ഒരു വളരെ പ്രശസ്തനായ വിഷചികിത്സക്കാരനായിരുന്നു. കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന പ്രശസ്തനായിരുന്നു. ഒത്തിരി പേര് ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ ഇന്നും ഉണ്ട്. അങ്ങനെ അദ്ദേഹം വിഷചികിത്സ കൊണ്ട് ചികിത്സിച്ച് സുഖമാക്കിയവരൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് യഥാർത്ഥ കഥാപാത്രങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ കേസും കൊണ്ടൊക്കെ വല്ലവരും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു ഡിസ്ക്ലൈമർ എന്നുള്ളതേ ഉള്ളൂ. സത്യത്തിൽ ഇതിനകത്തെ എല്ലാ കഥാപാത്രങ്ങളും പിന്നെ അവസാനം അവിടെ കന്യാകുമാരിയിൽ മരണം കാത്തു കിടക്കുന്ന സമയം മുതലുള്ളത് ഒഴിച്ച് ബാക്കി മുഴുവൻ യാഥാർത്ഥ്യത്തിലൂടെയാണ് പോകുന്നത്. അതായത് രാജു ഒരു സംശയം ചോദിച്ചായിരുന്നു, എന്തുകൊണ്ട് കന്യാകുമാരി എന്ന് പറഞ്ഞാൽ നമ്മൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയാണ് നമ്മൾ കേരളത്തിൻ്റെ അല്ലെ കേരള ചരിത്രം, കേരള സംസ്കാരം, അതിൻ്റെ ഒരു തുടക്കവും അവസാനവും. അതുകൊണ്ടാണ് വടക്ക് നിന്ന് വന്ന വണ്ടി തെക്കോട്ട് പോകുന്നു, ചെന്ന് അവസാനിക്കുന്നു. തെക്കോട്ട് പോവുക, തെക്കോട്ട് കെട്ടി കിടക്കുക, എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മരിക്കുകയാണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം വടക്ക് നിന്ന് വന്ന വണ്ടിയിൽ ആ യാത്ര തുടരുന്നു, അവിടെ ചെന്ന് അത് അവസാനിക്കുന്നു. അടുത്ത മരണത്തിലേക്ക് കൂമങ്കാവിൽ ബസ് കാത്ത് കിടന്ന രവിയുടെ കാലിൽ സർപ്പം ദംശിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. എന്ന് പറയുന്ന മാതിരി അദ്ദേഹം അടുത്ത പേടകം കാത്ത്, അതായത് നമ്മളൊക്കെ വന്നതറിയാം, ഒരു ഗർഭപാത്രം എന്ന പേടകത്തിൽ ഒരു കൊച്ചു മാനത്ത് കണ്ണി, നമുക്കറിയാം ഒരു ബീജത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ വെള്ളത്തിൽ കാണുന്ന മാനത്ത് കണ്ണി എന്ന് പറഞ്ഞാൽ ചെറിയ മീനുകളെ പിടിക്കുന്ന പൊടിമീനുകളുടെ രൂപത്തിലാണ് അവ വരുന്നത്. അവർ നമ്മൾ വന്നത് ഗർഭപാത്രത്തിലാണെങ്കിൽ തിരിച്ചു പോകുന്നത് ഏതോ പേടകത്തിലായിരിക്കാം, അത് പോകുന്നത് പുനർജന്മത്തിലായിരിക്കാം, മറ്റൊരു ജന്മത്തിലായിരിക്കാം, മറ്റൊരു ലോകത്തിലായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ വേറൊരു ജീവിയായിട്ട് പുനർജന്മമാകാം. ഇങ്ങനെ എന്തെല്ലാം സാധ്യതകളുണ്ട്. ഇതെല്ലാം നമുക്കൊന്നും അറിയത്തില്ല. മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല. അതെന്താ, എങ്ങനെയാണ് അവരുടെ മരണാനന്തര ജീവിതം അല്ലെങ്കിൽ മരണാനന്തര ചരിത്രം നമുക്കറിയില്ല. ആ ഒരു സങ്കല്പമാണ് അതിൻ്റെ പിന്നീടുള്ള ഭാഗം എന്ന് പറയുന്നത്. അതായത് പിന്നെ റിയലായ ലോകത്ത് നിന്നും വേറൊരു ലോകത്തിലേക്ക് നമ്മുടെ പൊന്നോലി സാറ് സൂചിപ്പിച്ച പോലെ നമ്മൾ പോവുകയാണ്. അത് അജ്ഞാതമാണ്. നമുക്ക് അത് എവിടെയാണ്, എങ്ങനെയാണ്, എന്താണെന്ന് നമുക്കറിയില്ല. അതുമാതിരി തന്നെ കന്യാകുമാരിയെ പറ്റി ചോദിച്ച് രാജുവിൻ്റെ അതിനുള്ള മറുപടി ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ തുടക്കവും അവസാനവും പിന്നെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയാണ് മലയാളത്തിൻ്റെ ഭാഷയുടെ പിന്നെ ചരിത്രം പോകുന്നത്, അല്ലെങ്കിൽ മരണം തെക്കോട്ട് കെട്ടിയെടുക്കുക എന്ന് പറയുന്നത്. അതിനെയാണ് അതിൻ്റെ മറുപടിയായിട്ട് പറയാനുള്ളത്.
ഇനിയും പേരില്ലാ ഗ്രാമം എന്ന് പറഞ്ഞതിനെ പറ്റി ചിലരവിടെ പറയുന്ന കേട്ട് പേരുള്ള ഗ്രാമം, അത് മനഃപൂർവ്വം എഴുതിയത് തന്നെയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വില്ലേജാണ്. അതായത് ഈ ലോകത്തിൽ ഏത് കാലത്തും ഏത് നടത്തും സംഭവിക്കാവുന്ന അല്ലെങ്കിൽ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങൾ. നമ്മളിപ്പോൾ പിന്നെ ഈ 100 Years ഓഫ് സോളിറ്റ്യൂഡോ അല്ലെങ്കിൽ പെട്രോപരാമയോ ഒക്കെ വായിക്കുമ്പോഴേക്കും അവിടുത്തെ കഥാപാത്രങ്ങൾ നമ്മൾ താതാത്മ്യം പ്രാപിച്ചു പോവുകയാണ്. കാര്യം മനുഷ്യൻ്റെ ജീവിതം എവിടെയായാലും ലോകത്ത് എവിടെയായാലും ഏതാണ്ട് സാമ്യമുണ്ട് ഇതെല്ലാം തമ്മിൽ. അവിടുത്തെ ജീവിതങ്ങൾ, അവരുടെ പിന്നെ സെക്സ് ലൈഫുകൾ, പിന്നെ അങ്ങനെയെല്ലാം പിന്നെ ഈ ഓരോ കഥാപാത്രങ്ങളും സത്യം പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങുന്ന കഥാപാത്രങ്ങളല്ല. അത് നമ്മൾ ഈ പെട്രോപരാമ എടുത്താലും പിന്നെ ഖസാക്കിൻ്റെ ഇതിഹാസം എടുത്താലും അതുപോലെ തന്നെ പിന്നെ 100 Years ഓഫ് സോളിറ്റ്യൂഡ് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഏത് കഥാപാത്രങ്ങളും കഥകളും എടുത്താൽ ഇതൊക്കെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ഗ്രാമമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു പ്രത്യേകം പേര് കൊടുക്കാത്തത്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നിങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര് കൊടുക്കാം, മറ്റുള്ളവരുടെ ഗ്രാമത്തിൻ്റെ പേര് കൊടുക്കാം, എവിടുത്തെ ലോകത്തിലുള്ള എവിടെയുള്ള പേരും കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് മനഃപൂർവ്വം പേരില്ലാ ഗ്രാമവും ഉപയോഗിച്ചതിൻ്റെ കാര്യം. അതായത് ഇറ്റ്സ് എ യൂണിവേഴ്സൽ വില്ലേജ്. ഇനി അടുത്തത് പിന്നെ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞ് നമ്മുടെ പൊന്നോലി ജോസഫ് പൊന്നോലി പറഞ്ഞു. ഞാൻ കോളേജ് പഠിച്ചിരുന്ന കാലം മുതൽ ഞാനും പൊന്നോലിയും എല്ലാം ഏതാണ്ട് ഒരേ സമയത്ത് SB കോളേജിൽ പഠിക്കുകയും ചെയ്തു. പിന്നെ അദ്ദേഹം പറഞ്ഞ മാതിരി എൻ്റെ ലൈഫിൽ ഇന്നും മറക്കാത്ത ഗുരുക്കന്മാരുടെ ആദ്യത്തേതാണ് എൻ്റെ കളരിയിൽ ആശാൻ. ഇപ്പം ഈ കഴിഞ്ഞ ഇന്നലത്തെ ഈ മലയാളിയിൽ ഒരു ആശാനുറങ്ങും കളരിയിൽ എന്ന് പറഞ്ഞൊരു കവിത വിട്ടിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പബ്ലിഷ് നിങ്ങളുടെ മലയാളം സൊസൈറ്റിയുടെ ഇതിനകത്തും അത് ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ആശാൻ കളരിയിലാണ് എൻ്റെ തുടക്കം ഓർമ്മ. അതായത് ഒരു 3-3.5 വയസ്സായപ്പോൾ മുതലാണ് എൻ്റെ മനസ്സിലെ ആ കളരിയിൽ പോയ ഓർമ്മകൾ മുതലാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ആ കളരി മുതൽ പിന്നെ ജീവിച്ചിരുന്ന ഗ്രാമത്തിൽ പ്രത്യേകിച്ച് പഠിച്ച സ്കൂളെന്ന് പറഞ്ഞാൽ ഞാൻ 4ാം ക്ലാസ് വരെ എൻ്റെ ഫാദർ പഠിപ്പിച്ച പിന്നെ വടക്കേക്കര ഈ പറഞ്ഞ ഗ്രാമത്തിലെ വടക്കേക്കര ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ SB ഹൈസ്കൂളിൽ കൊണ്ടുപോയി. പിന്നീട് പോയി SB കോളേജിൽ ചെന്നപ്പോഴേ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ പ്രശസ്തമായ അധ്യാപകന്മാരുണ്ടായിരുന്നതാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് മെയിൻ ആയിരുന്നെങ്കിലും സബ് മലയാളമാണ് എടുത്തത്. അപ്പം അവിടെയും വളരെ പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു കാലഘട്ടമായിരുന്നത്. അപ്പോൾ ഈ 2 SB കോളേജിലെ കാലഘട്ടത്തിലെ എൻ്റെ മലയാള അധ്യാപകന്മാരും ഇംഗ്ലീഷ് അധ്യാപകന്മാരും പിന്നെ അവിടെ പഠിച്ച പിന്നെ സാഹിത്യവും, അതിനുശേഷം ഈ പഠിച്ചതൊന്നും അല്ല സത്യത്തിൽ എന്നെ പിന്നെ ശരിക്കുമുള്ള എഴുത്തുകാരനാക്കിയത് എൻ്റെ വായനയാണ്. ഞാൻ ചെറുപ്പം മുതലേ വായിക്കുമായിരുന്നെങ്കിലും ഇംഗ്ലീഷ് സാഹിത്യത്തിനും വിശ്വസാഹിത്യത്തിനുമുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കൃതികളും വായിക്കാൻ ശ്രമം, അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പിന്നെ 100 ഗബ്രിയേൽ ഗാർസ മാർക്കേസിൻ്റെ ഏതാണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീക്ക് എഴുത്തുകാരനായ കസാൻഡ്രസാക്കിസിൻ്റെ മുഴുവൻ നോവലുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പം വിപുലമായ ഈ വായനയിൽ നിന്നാണ് നമുക്ക് ഈ അനുഭവങ്ങൾ കിട്ടുന്നത്. അതെൻ്റെ എഴുത്തിനെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അത് സൂചിപ്പിച്ച പിന്നെ നമ്മുടെ പൊന്നോലി സാറിനെ പ്രത്യേകം ഇവിടെ ഓർക്കുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ TN സാമുവൽ പറഞ്ഞത് കവിതയാണെന്ന് പേരിട്ടത് എന്തിനാണെന്ന് ചോദിച്ചു. ഞാനിവിടെ കവിതയാണെന്ന് പിന്നെ പേരിനകത്ത് നടക്കാൻ ഇറങ്ങിയ കവിത എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും കവിതാ പുസ്തകമായതുകൊണ്ടും അതൊരു സത്യം പറഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു നോവലിനുള്ള പിന്നെ പ്ലോട്ട് ഇതിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ പണ്ടുകാലം മുതലേ ഒരു നോവൽ എഴുതണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ അത് ഒരു കാലത്തും നടക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അങ്ങനെയാണെങ്കിൽ നടക്കാനിറങ്ങിയ കവിത തൽക്കാലം ഒരു കവിതയുടെ രൂപത്തിൽ കിടക്കട്ടെ എന്നതുകൊണ്ട് അങ്ങനെ കവിതയാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് കവിത ഞാൻ പറഞ്ഞല്ലോ, അത് കവിത എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കവിതയായിട്ടോ നോവലായിട്ടോ കവിതയായിട്ടോ എങ്ങനെ വേണമെങ്കിലും സങ്കല്പിക്കാം. ഇതൊരു വ്യത്യസ്തമായ രചനയാണ്, വേറിട്ട രചനയാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്കതിനെ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. അത് എൻ്റെ ഭാഷയിൽ എൻ്റെ രീതിയിൽ അതിനൊരു കവിതയാക്കി എന്നുള്ളതേ ഉള്ളൂ. അതിനെ കവിതയാണ് വിളിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു അതിൻ്റെ അടിക്കുറിപ്പ് എനിക്ക് തോന്നുന്നത് TN സാമുവൽ ഞാനിവിടെ വായിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു. അതിനകത്ത് അറിയില്ല.
കവിത എന്നെ കൊണ്ട് എഴുതിക്കുന്നത് വരെ ഞാൻ കവിത എഴുതാറില്ല. ഇനിയും ഒരു കവിത എഴുതിയാൽ തന്നെ വർഷങ്ങളോളം അത് വീണ്ടും റീറൈറ്റ് ചെയ്തും പഠിച്ചും തിരുത്തിയും വെട്ടിയും തിരുത്തിയും വെട്ടിയും തിരുത്തിയുമാണ് ഓരോ കവിതയും വെളിച്ചം കാണുക. ഈ 5 മിനിറ്റ് കൊണ്ട് എഴുതിയ കവിതകളുണ്ട്, 10 മിനിറ്റ് കൊണ്ട് എഴുതിയുണ്ട്. ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ കവിതയാണ് ഏതാണ്ട് 4-4.5 വർഷം എൻ്റെ മനസ്സിൽ കടന്ന് രൂപപ്പെട്ടിട്ട് ഒരു കവിത ആകാതിരുന്നതിന് ശേഷം ഫൈനൽ രൂപം കണ്ട ഒരു കവിതയാണ് ഈ നടക്കാനിറങ്ങിയ കവിത. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഭാഗത്തു നിന്ന് 100% കവിത മെച്ചപ്പെടുത്താൻ എന്തെല്ലാം ചെത്തിമിനുക്കലുകൾ, അതായത് എത്ര പെർഫെക്ഷൻ ഈസ് അച്ചീവ്ഡ്, പെർഫെക്ഷൻ എങ്ങനെ നേടാം എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. എന്തൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുന്നോ അവിടെയല്ല പെർഫെക്ഷൻ. ഇനിയൊന്നും എടുത്തു കളയാനില്ല എന്ന് വരുന്നതാണ് പെർഫെക്ഷൻ. ആ രീതി ഞാൻ തുടരുന്നുണ്ട്. അങ്ങനെ ആണ് കവിതകൾ എഴുതുന്നത് എന്ന് പറഞ്ഞാൽ 100% ആത്മാർത്ഥമായും എൻ്റെ മുഴുവൻ ശ്രമവും നടത്തിയിട്ടാണ് ഓരോ കവിതയും എഴുതുന്നത് എന്നൊരിക്കൽ കൂടി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജോസഫ് നമ്പിമഠം. ഇന്നിവിടെ ഹ്യൂസ്റ്റണിൽ നടക്കാൻ ഇറങ്ങാൻ തീരെ വയ്യാത്ത ഒരു സിറ്റുവേഷനാണ്. ഭയങ്കര കാറ്റും കോളും കേട്ടോ. അതുകൊണ്ട് അത് നിർത്തിവെക്കുവാണ്. ഏതാണെങ്കിലും ഞാൻ നോക്കട്ടെ. ഇനിയും നമ്പിമഠം സാറ് പറഞ്ഞ മാതിരി വല്ലപ്പോഴും ഒക്കെ നടക്കാൻ ഇറങ്ങുമ്പോൾ ആരെയെങ്കിലുമൊക്കെ കവിതയോ ആരെയെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് നടക്കാം, എന്തെങ്കിലുമൊക്കെ എഴുതാം, മനസ്സിൽ ആലോചിക്കാം. ഒരിക്കൽ ഇന്ത്യൻ പാർലമെന്റിലെ ജഗജീവൻ റാം എന്ന് കേട്ടിരിക്കുമല്ലോ, ജഗജീവൻ റാം. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു, അറിയാം, ഹരിജന ക്ഷേമ മന്ത്രി, അങ്ങനെ പല വകുപ്പുകളുണ്ടായിരുന്നു. ഉപപ്രധാനമന്ത്രി പോലും ആയിട്ടുണ്ട് ജഗജീവൻ റാം. അപ്പോൾ ഇങ്ങനെ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ വടക്കേ ഇന്ത്യയിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് തെക്കോട്ട് പോകാം എന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി. ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ തെക്കോട്ട് പോകാം എന്ന് പറയുമ്പോൾ മരണം, ഒക്കെ ശവം എടുക്കുക, തെക്കോട്ട് പോകാം ഇനി. അപ്പോൾ ഒത്തിരി മലയാളി MP-മാർ സംസാരിക്കാനുണ്ട്. അപ്പം അതിനു മുമ്പ് തന്നെ ചരമത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ തെക്കോട്ട് പോകുന്നു. അപ്പോൾ ഉടനെ നമ്മുടെ കേരള MP CM സ്റ്റീഫൻ ആണെന്ന് തോന്നുന്നു, സ്റ്റീഫൻ എന്നാ പേര്, ഓക്കെ, കൊല്ലത്ത് നിന്നുള്ള അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, വരട്ടെ സാർ വരട്ടെ, സമയമായിട്ടില്ല, തെക്കോട്ട് പോകാനുള്ള സമയമായിട്ടില്ല, തെക്കോട്ട് എടുക്കല്ലേ സാർ, എനിക്കും സംസാരിക്കാനുണ്ട്, കേരളത്തിനുള്ള വിഹിതം ഇനിയും കിട്ടിയിട്ടില്ല എന്ന്. അപ്പോൾ ഞാനിത് ഓർക്കുകയും തെക്കോട്ട് പോകുന്ന കാര്യം പറഞ്ഞു. കേരളത്തിനുള്ള വിഹിതം കിട്ടിയ ശേഷമേ ഞങ്ങൾ കേരളത്തിലേക്ക് തെക്കോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഹിതം കിട്ടണം. അതേമാതിരി ഇന്നും കേരളം യാചിക്കുകയാണ് പലപ്പോഴും, ഒക്കെ മോഡി ഗവൺമെന്റിനോട് ഞങ്ങളുടെ വിഹിതം ഒത്തിരി ഞങ്ങൾക്ക് കിട്ടാനുണ്ട്, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നവരാണ്. അപ്പോൾ കേരളത്തിലുള്ളവർ പറയുന്നു, നമ്മൾ നമ്പർ 1 ആണ് കേരളം. നമ്പർ 1 ആണെങ്കിൽ അവിടെ കുത്തിയിരുന്നു, നമ്പർ 1 ആൾക്കാർക്ക് ഇനി എന്തിനാ, അതുകൊണ്ട് തെക്കോട്ടെടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഓർത്തു വന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. താങ്ക് യു വെരി മച്ച്, ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാം കൊണ്ട് എല്ലാവരും സഹകരിച്ചു. താങ്ക് യു, എല്ലാവർക്കും നന്ദി. നമ്മുടെ ജോർജ് പുത്തൻകുരിശ് മലയാളം സൊസൈറ്റി സെക്രട്ടറിയിലേക്ക് മടങ്ങിയാണ്. ജോർജ് പുത്തൻകുരിശ്. താങ്ക് യു AC ജോർജ്. ഇന്ന് ആക്ച്വലി ഇതിന് നന്ദി രേഖപ്പെടുത്തേണ്ടത് ശ്രീമതി പൊന്നുപിള്ളയായിരുന്നു. ബട്ട് അവർക്ക് അവരുടെ സിസ്റ്റത്തിന് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് അഭിപ്രായം പറയാനോ നന്ദി രേഖപ്പെടുത്താനോ കഴിയാതെ പോയത്. അത് പ്രത്യേകം നിങ്ങളോട് പറയണമെന്ന് എന്നോട് ഓർപ്പിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞതും ഒക്കെ കേൾക്കാം. എനിക്ക് തോന്നുന്നത് ഷീ ഗോട്ട് എ ന്യൂ iPad or something like that. So അത് ശരിയായിട്ട് ഫിക്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇന്ന് നമ്മളുടെ നടക്കാനിറങ്ങിയ കവിത അവതരിപ്പിച്ച ശ്രീ നമ്പിമഠത്തിന് മലയാളം സൊസൈറ്റിയുടെ പേരിലുള്ള ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് ഇതിപ്പോൾ പല പ്രാവശ്യമായിട്ട് ഞങ്ങൾ ശ്രമിച്ച് അവസാനം ഇന്നത് സാധിച്ചു എന്നുള്ളതിൽ ഉള്ള സന്തോഷമാണ് പ്രത്യേകമായിട്ട്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് നടക്കാതിരുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ 30-ാം തീയതി നടത്തിയെങ്കിലും ഇത്രയും പേര് 13 പേരോളം ഇതിനകത്ത് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ വിജയമായിരുന്നു. വളരെ നന്ദി. ഇതിനകത്ത് പങ്കെടുത്ത ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പ്രത്യേകിച്ച് ശ്രീ പൊന്നോലി
അദ്ദേഹം ഇന്ത്യയിലായിരുന്നെങ്കിലും ഈ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് അതിനകത്ത് പങ്കുകൊണ്ടെന്നുള്ളത് ഏറ്റവും സന്തോഷത്തോടു കൂടി ഓർക്കുന്നു. പിന്നെ എന്താ, മണ്ണിക്കരോട്ടിനെ ഒരിക്കൽ കൂടി സ്മരിക്കുകയാണ്. അദ്ദേഹം ആരോഗ്യപരമായ പല പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. ഞാൻ മുമ്പ് രേഖപ്പെടുത്തിയ പോലെ ഞാൻ ശനിയാഴ്ച അദ്ദേഹത്തെ പോയി വിസിറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഇൻ ആൻഡ് ഔട്ട് ഹെൽത്തിൻ്റെ കാര്യത്തിൽ. അപ്പം എന്നാലും അദ്ദേഹം പ്രത്യേകം മലയാളം സൊസൈറ്റിയിലുള്ള എല്ലാവരെയും ചോദിച്ചതായി പറയണമെന്ന് എന്നെ ഓർപ്പിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അന്വേഷണവും ഇതോടൊപ്പം നിങ്ങളെ അറിയിച്ചു കൊടുക്കുന്നു. പിന്നെ നമുക്ക് എന്നും ഈ പ്ലാറ്റ്ഫോം തയ്യാറാക്കി തരുന്ന ശ്രീ AC ജോർജിനോട് ഉള്ള നന്ദിയും അറിയിക്കുന്നു. നമ്മുടെ സൂം മീറ്റിംഗ് തടസ്സമില്ലാതെ അദ്ദേഹം ഈവൻ എവിടെ പോയാലും നമ്മുടെ സൂം നമുക്ക് വേണ്ടി ഓണാക്കി ഇട്ടിരിക്കും. അദ്ദേഹത്തോട് ഞാൻ മലയാളം സൊസൈറ്റിയുള്ള പേരുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ നമ്മൾ ഓഫ് ദ മീറ്റിംഗ് ആർക്കെങ്കിലും ചർച്ച ചെയ്യണം, കൂടുതൽ സംസാരിക്കുകയോ ചർച്ച ചെയ്യണോ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ കേട്ടോ, എല്ലാവരും. ഞാൻ പോവുകയാണ്. എൻ്റെ 4 ഗ്രാൻഡ് ചിൽഡ്രൻ ഇവിടെ ഉണ്ട്. വന്നിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ അത് കാരണം ഞാൻ ഇവിടെ പറയുന്നു. ശരിയാണ്. താങ്ക് യു. യു ആർ വെൽക്കം. താങ്ക് യു. ഹാവ് എ ഗുഡ് നൈറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. സംസാരിക്കാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. അല്ല, നമ്മളോട് സാർ ഞാൻ ചോദിച്ച പിന്നെ കവർ പിക്ചർ എന്താ എങ്ങനെയായത്? സോറി, അതിന് മറുപടി പറയാൻ മറന്നുപോയി. അത് പിന്നെ നാട്ടിൽ പോയി കഴിഞ്ഞാലുള്ള ഈ പലപ്പോഴും എന്താന്ന് ചോദിച്ചാൽ ഈ പടം വരയ്ക്കുന്നവർ ആ കവിത വായിക്കുകയോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഉള്ളവരല്ല.